എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1874 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ പ്രീത എം ഉണ്ണിയാണ്. ഡോക്ടർ ഒട്ടനവധി ക്ലാസ്സുകൾ നമുക്ക് ഇതിനകം എടുത്തിട്ടുണ്ട്. ഇന്ന് ഡോക്ടർ എടുക്കുന്ന വിഷയം ചർമ്മരോഗങ്ങളും അതിന്റെ ഹോമിയോപ്പതിക് മാനേജ്മെന്റും അല്ലെങ്കിൽ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റും എന്നുള്ള വിഷയത്തിലാണ് ഡോക്ടർ ഇന്ന് ക്ലാസ് എടുക്കുവാനായി എത്തിയിട്ടുള്ളത്. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ കടവന്തറയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഡോക്ടർ പ്രീത എം ഉണ്ണീസ് സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതി എന്നുള്ള സ്ഥാപനം നടത്തി വരുന്നു. ഡോക്ടർ ഒരുപാട് വേദികളിൽ ക്ലാസ് എടുക്കുന്ന ഡോക്ടറാണ്. ചർമ്മരോഗങ്ങളും ഹോമിയോപ്പതിയും എന്നുള്ള വിഷയത്തിൽ ക്ലാസ് എടുക്കുവാനായി എത്തിയിട്ടുള്ള ഡോക്ടർ പ്രീത എം ഉണ്ണിയെ എല്ലാവരുടെയും പേരിൽ IFPHന്റെ പേരിലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കാം. കോഹോസ്റ്റ് ആണ് ഡോക്ടർ. അൺമ്യൂട്ട് ചെയ്യാമോ ഡോക്ടറെ? കോഹോസ്റ്റ് ആണ് ഡോക്ടർ, അൺമ്യൂട്ട് ചെയ്താൽ മതി. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. ഒന്നുകൂടി ചെയ്തു. ഓക്കെ. കറക്റ്റ് ആയിട്ട് കേൾക്കുകയും കാണുകയും ചെയ്യാമല്ലോ. എല്ലാം ഓക്കെയാണ്. തുടങ്ങാം. ഓക്കെ, താങ്ക് യു. ഇന്ന് IFPHന്റെ ഫ്ലോറിലുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും ഡോക്ടേഴ്സും അല്ലാതെ ഹോമിയോപ്പതി സ്നേഹികൾക്കും എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഈ സെഷനിലെ പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് സ്കിൻ ഡിസീസസ് ആൻഡ് ഇറ്റ്സ് ക്യൂർ ആൻഡ് പ്രിവെൻഷൻ. ഇത് സ്കിൻ കംപ്ലൈന്റ് തന്നെ പറയാൻ ആദ്യമേ ആ ഒരു പോയിന്റ് അങ്ങ് പറഞ്ഞേക്കാം. സ്കിൻ തന്നെ സംസാരിക്കണമെന്ന് വിളിച്ചതിന്റെ ഒരു തീരുമാനം പൊതുവെ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് തന്നെ പലരോടും പറയും, പല പേഷ്യൻസിനോടും പറയും ഇത് ഇച്ചിരി താമസിക്കും എന്നുള്ളത്. ഹോമിയോപ്പതി എന്തോ കുറച്ച് താമസിച്ച് മാത്രം ആക്ട് ചെയ്യുന്ന ഒരു മെഡിക്കൽ വിഭാഗമാണ് എന്നുള്ളത് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ട്. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടായല്ലോ. അപ്പൊ സ്കിന്നിനെ സംബന്ധിക്കുമ്പം എപ്പോഴും നമ്മൾ കുറച്ച്, കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ഔട്ടർ റീജിയൻ ആണ്, അവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്. സ്കിന്ന്, മുടി, നെയിൽസ് ഇതിന്റെയൊക്കെ ട്രീറ്റ്മെന്റിൽ ഇച്ചിരി സമയം എടുക്കുമെന്ന് പൊതുവെ പറയുന്നത് അവിടെ ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവായിട്ടുള്ള ഒരു ഭാഗമാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ ചെല്ലുമ്പം ക്യൂറിംഗ് റേറ്റ് കൂടും. പക്ഷേ അങ്ങനെ നമ്മൾ കുറച്ച് താമസിക്കുമെന്ന് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. പൊതുവെ എല്ലാ ഡിസീസിനെയും ഞാനത് പലതവണ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പ്രിൻസിപ്പിളിന്റെ നമ്പർ 1 ആണ് റാപ്പിഡ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ മാറും. പിന്നെ വളരെ ക്രോണിക് ആയിട്ട് നിൽക്കുന്ന ചില സ്കിന്നിന്റെ കംപ്ലൈന്റ് വരുമ്പം നീണ്ടുപോകും എന്ന് പറയാനുള്ള കാര്യം തന്നെ, ഒരു ബേൺ നമ്മുടെ കയ്യിൽ ഒരു തിളച്ച എണ്ണ വീണു, ചെറുതായിട്ടൊന്ന് പൊള്ളി, ഒരു 3-4, അതായത് ആ ബേണിങ്ങിന്റെ ആ ഒരു ഗ്രേഡ് അനുസരിച്ച് 4-5 ദിവസം കൊണ്ട് അതങ്ങ് കരിഞ്ഞു പോകും. അതിന്റെ ആ പുറത്തെ ആ പൊറ്റ എന്ന് പറയുന്ന കരിഞ്ഞു കഴിയുമ്പോഴുള്ള ആ സ്കിന്ന് ഇളകി പോവുകയും ചെയ്യും. പക്ഷേ ആ ഡിസ്കളറേഷൻ ഒന്ന് മാറി വരാൻ, ഒന്നീ ബ്ലാക്ക് ആയിരിക്കാം അല്ലെ ബ്രൗണിഷ് ആയിരിക്കാം, മാറി വരാനായിട്ട് ചിലപ്പോൾ 6-7, ചിലപ്പോൾ 1 വർഷം തന്നെ എടുത്തെന്നിരിക്കും നമ്മുടെ നോർമൽ സ്കിന്നിന്റെ കളറിലേക്ക് അത് വരാൻ. അങ്ങനെ എത്തിക്കഴിയുമ്പോഴേ പേഷ്യന്റ് സാറ്റിസ്ഫൈ ആകത്തുള്ളൂ, യെസ് ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആണ്. അല്ലാതെ ഒരുപാട് സ്കിൻ ഡിസീസിന്റെ സിംറ്റത്തിനകത്ത് എക്സ്ഫോളിയേഷൻ ഉണ്ട്, ഇച്ചിങ് ഉണ്ട്, ഡിസ്ചാർജ് വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെ അങ്ങ് മാറിയാലും അവരുടെ ആ സ്കിൻ കളറ് എത്തി നോർമലായിട്ട് ആ സ്മൂത്ത് ആയിട്ടോ സ്കിൻ വന്നു കഴിയുമ്പോഴേ അവരത് കംപ്ലീറ്റ്ലി പോയി എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് സ്കിൻ ഡിസീസ് വന്നു കഴിയുമ്പോൾ ഒരു ഇച്ചിരി താമസിച്ചത് നിൽക്കത്തുള്ളൂ, കംപ്ലൈന്റ് ഒക്കെ നിന്നാലും എന്ന് പൊതുവെ പറയാനുള്ള കാര്യം. അതിന് ഏത് സിസ്റ്റം ഓഫ് മെഡിസിനിലും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് സ്കിൻ ഡിസീസ്, ആയിരക്കണക്കിനുള്ള സ്കിൻ ഡിസീസസ് ഉണ്ട്. പക്ഷേ ഡോക്ടേഴ്സിന്റെ അടുത്ത് ഫ്രീക്വന്റ് ആയിട്ട് വന്നു പോകുന്ന ചില കേസസ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അതിൻ്റെ അകത്തും ചിലതൊക്കെ ചിലപ്പം മിസ്സായി പോകും, എങ്കിലും വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമുക്കൊക്കെ കിട്ടുന്ന കേസസിൽ പെടുന്ന ഒരു 4-5 വെറൈറ്റി ഓഫ് സ്കിൻ ഡിസീസ് മാത്രമാണ് ഇന്ന് പറയുന്നത്. അതുപോലെ ഇന്ന് ഒരുപാട് എനിക്ക് കിട്ടിയ അനുഭവങ്ങളിലെ
ഒരുപാട് കേസസ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പൊതുവായിട്ടുള്ള മെഡിസിൻ്റെ കാര്യവും പറഞ്ഞ് എങ്ങനെ വേണം സ്കിൻ ഡിസീസിനെ അപ്രോച്ച് ചെയ്യാൻ എന്നുള്ള കാര്യമാണ് ഈ ഒരു സെഷനിൽ കൂടുതലായിട്ട് പറയുന്നത്. ആദ്യം ഇൻഫ്ലമേറ്ററി ഡിസീസായിട്ട് സ്കിന്നിൻ്റെ പുറത്തുണ്ടാകുന്ന ഒരു ഡിസീസിൻ്റെ പേരാണ് എക്സിമ എന്ന് പറയുന്നത്. ഈ എക്സിമ തന്നെ പലതരത്തിലുള്ള എക്സിമ ഉണ്ട്. അതിൻ്റെ അകത്ത് സബോറിക് എക്സിമ, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, ഡിസ്കോയിഡ് എക്സിമ, ഇങ്ങനെയൊക്കെ പറയുന്ന വെറൈറ്റി ഉണ്ട് എക്സിമയ്ക്ക്. പക്ഷേ കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത് അട്ടോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ എക്സിമയുടെ കേസിൽ കൂടുതൽ വരുന്നത്. ഈ എക്സിമ എന്ന് പറയുന്നത് തന്നെ ജനറ്റിക് ആയിട്ടും എൻവിറോൺമെന്റലായിട്ടും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇമ്മ്യൂണിറ്റി വളരെ ഡൗൺ ആകുന്ന അവസരത്തിലും ഒക്കെ ഉണ്ടാകാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഒരു കോയിന്റെ രണ്ട് സൈഡ് പോലാണ് മിക്കവാറും ഹേ ഫീവറോ അല്ലെ ആസ്മയോ ഉള്ളവർക്ക് ഈ എക്സിമ എന്ന് പറയുന്നത് കാണപ്പെടുന്നുണ്ട്. ഒരു 80% ഉള്ള ആൾക്കാർക്കും അലർജി കണ്ടീഷൻ കൊണ്ട് വരുന്നവർക്ക്, ഈ എക്സിമ എന്ന് പറയുന്ന സ്കിൻ ഡിസീസ് കൊണ്ട് വരുന്നവർക്ക് ഒന്നിൽ ആസ്മ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോൾഡ് അല്ലെങ്കിൽ റൈനൈറ്റിസ് എന്തെങ്കിലും ഒരു സംഭവം കൂടെ അവർക്ക് ഉണ്ടായിരിക്കും. അപൂർവം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഒരു കേസ് ഒന്നേ സ്കിൻ മാത്രം അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസീസ് മാത്രമായിട്ട് വരുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ റീസൺ ഒക്കെ കൊണ്ട് നമുക്ക് എക്സിമ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താം. ഇത് വളരെ ക്രോണിക് കണ്ടീഷനുള്ള ഒരു സ്കിൻ ഡിസീസിന്റെ ഒരു വെറൈറ്റിയാണ് ഈ എക്സിമ എന്ന് പറയുന്നത്. ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇച്ചിങ്, നല്ല ഇച്ചിങ് ഉണ്ടായിരിക്കും, റെഡ്നെസ് ആയിരിക്കും മിക്കവാറും. അത് ചൊറിഞ്ഞു കൂടുതലാണ് ആ ഒരു റെഡ് കളറിലേക്ക് അത് വരുന്നത്. ടോട്ടൽ ഇൻഫ്ലമേഷന് കാണുന്ന, അതായത് സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും, എക്സ്ഫോളിയേഷൻ ഉണ്ടായിരിക്കും. സ്കിൻ ഇങ്ങനെ പറഞ്ഞ് ചൊറിയുന്ന സമയത്ത് ഇഷ്ടം പോലെ എക്സിമ ഉള്ളവർക്ക്, അട്ടോപിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവർക്കൊക്കെ, അട്ടോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഈ ഒരു എക്സിമയുടെ ഒരു വിഭാഗത്തിലുള്ള ഒരു ഡിസീസാണ്. അതുള്ളവർക്ക് കൂടുതലായിട്ടും കംപ്ലൈൻറ്റ് ചെയ്യുന്നത് അവർ കിടക്കുന്ന ബെഡ്ഷീറ്റിൽ, പില്ലോയിൽ, അതുപോലെ തന്നെ അവർ ഇരിക്കുന്നിടത്ത്, പിള്ളേരൊക്കെ ഇരുന്ന് പഠിക്കുന്നിടത്തൊക്കെ ആണെങ്കിലും ആ റൂം ഡെയിലി നമ്മൾ അടിച്ചു വാരിയാലും അപ്പോഴൊക്കെ നമുക്കൊരു കളക്ഷൻ ഓഫ് സ്കിന്ന് കിട്ടും. ഇവർ ചൊറിഞ്ഞില്ലെങ്കിൽ കൂടി അത് തനിയെ അങ്ങ് പൊഴിഞ്ഞു താഴോട്ട് വീഴുന്ന ഒരു കണ്ടീഷനാണ് ഈ അട്ടോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഞാൻ അതിലെ ഒരു കേസ് സ്റ്റഡി നടത്തിയത് മാത്രം പറയാം. ഒരു 17 years ഓൾഡ് ഒരു പെൺകുട്ടിയായിരുന്നു. അവള് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി. ഇവക്ക് 15 years ഓഫ് ഹിസ്റ്ററിയിൽ ഈ ഡെർമറ്റൈറ്റിസ്, അട്ടോപിക് ഡെർമറ്റൈറ്റിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സമയത്ത് അവര് ഫസ്റ്റ് പല സിസ്റ്റം ഓഫ് മെഡിസിൻ, അലോപ്പതി, ഹോമിയോപ്പതി ഒക്കെ കൊടുത്തു, ആയുർവേദം എല്ലാം തന്നെ, എല്ലാ സിസ്റ്റവും. കാരണം 2 വയസ്സിൽ തുടങ്ങിയിട്ട് എൻ്റെ അടുത്ത് കിട്ടുമ്പോൾ 17 വയസ്സായി. അപ്പോഴൊക്കെ തന്നെ കുറയും, പക്ഷേ വീണ്ടും അതുണ്ടാകുകയും അതുപോലെ തന്നെ കുറഞ്ഞാൽ തന്നെയും നോർമൽ സ്കിന്നിലേക്ക് വരികയേ ചെയ്തിരുന്നില്ല. തരിതരിപ്പുള്ള സ്കിന്നും ആയിട്ട് മാത്രമാണ് ഇവരുടെ, കാരണം സ്കിൻ കണ്ടാൽ അറിയാം ഇത് എക്സിമ ഉള്ള കുട്ടിയാണ് എന്ന് തന്നെ അറിയാവുന്ന രീതിയിലാണ് നിന്നിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ എക്സിമയ്ക്കൊരു, എല്ലാ സ്കിൻ കംപ്ലൈൻറ്റിനും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്. അപ്പം ആ +2 സമയത്തെ എക്സാമിൻ്റെ സ്ട്രെസ്സും ഒക്കെ കൊണ്ട് ഇവക്ക് ഇതങ്ങ് അഗ്രവേറ്റ് ചെയ്തു. ആ സമയത്താണ് എൻ്റെ അടുത്ത് വരുന്നത്. വന്നപ്പോഴത്തേന് ഇവളുടെ കണ്ടീഷൻ എക്സ്ഫോളിയേഷൻ, ഞാൻ പറഞ്ഞല്ലോ സ്കിന്ന് ഇപ്പൊ ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും ഒക്കെ സ്കിൻ പൊഴിഞ്ഞു വീഴുകയാണ്. അതുപോലെ ഇവക്ക് ഉണ്ടായിരുന്നത് ഇവിടെ നിപ്പിൾസിൽ ക്രാക്സ്, അതായത് സാധാരണ നമ്മളത് ഗ്രാഫൈറ്റിസിലാണ് കാണുന്നത്, അതുപോലുള്ള ക്രാക്കുകൾ ഇന്നർ ഗാർമെന്റ്സ് ഇട്ടാൽ അതിങ്ങനെ ഇന്ന് യൂസ് ചെയ്ത് ചെറുതായിട്ട് ഡിസ്ചാർജും വരും, സ്റ്റിക്കി ആയിട്ടുള്ളത്. അതിങ്ങനെ വലിച്ച് പറിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അതേ രീതിയിൽ ഇവക്ക് ഡിസ്ചാർജ്, ഊസിങ് ഡിസ്ചാർജ് ഉണ്ട്. ഈ സ്കിന്ന് ഹൈലി ഡ്രൈ ആയതുകൊണ്ട് ചൊറിഞ്ഞില്ലെങ്കിൽ തന്നെ അത് പൊട്ടും. അപ്പം കുളിക്കാൻ വളരെയധികം വെള്ളം വീണാലൊക്കെ ഇവർക്ക് വളരെ പുകച്ചിലും അതുപോലെ വേദനയാണ്. വളരെ ഫെറ്റിഡ് സ്മെൽ, ഇവള് ഡോറിൽ എത്തുമ്പോൾ തന്നെ അറിയാം ഇവള് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ ഫെറ്റിഡ് സ്മെല്ലാണ് ഈ കുട്ടിയുടെ ബോഡിയിൽ നിന്ന് വരുന്നത്. അതുപോലെ മെന്റലിയും എപ്പോഴും എല്ലാ ഡിസീസ് എടുക്കുമ്പോഴും നമ്മൾ ഹോമിയോപ്പതിക്കാർ ഹെഡ് ടു ഫുട്ടുള്ള സിംറ്റംസ് മൈൻഡ് മുതൽ ഇങ്ങോട്ട് നമ്മൾ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സ്കിന്നിന്റെ കേസിലും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ സ്കിന്നിന്റെ പുറത്തെ സ്കിന്നിന്റെ കംപ്ലൈന്റ് അല്ലേ, അപ്പൊ അതിന്റെ സിംറ്റംസ് എഴുതി വെച്ച് മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഒരുപാടുള്ള മറ്റുള്ള കണ്ടീഷൻസ് കൊണ്ടും ഈ ഒരു എല്ലാ തരത്തിലുള്ള സ്കിൻ ഡിസീസും ഉണ്ടാകാം. ഒരു കേസ് സ്കിൻ ഡിസീസ് വന്നപ്പം സോറിയാസിസ് ആയിരുന്നു അത്. അവിടെ ഇവര് 10-18 വർഷം കൊണ്ട് ഇവര് ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരു ലേഡിയായിരുന്നു. അത് ട്രീറ്റ് ചെയ്തത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് പോകാത്തത് കൊണ്ട്, നമുക്കറിയാം തൈറോയിഡിനും മെഡിസിൻ എടുത്ത് വായിച്ചാൽ, ബോറിക്കിനകത്തുണ്ട്, വായിച്ചാൽ അറിയാം
സോറിയാസിസ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ടാണ് ആ ഒരു സോറിയാസിസ് എന്ന് പറഞ്ഞ അവസ്ഥ വന്നത്. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം ആ ഹൈപ്പോതൈറോയിഡിസം എന്നുള്ള ആ കേസിന് നമ്മൾ ട്രീറ്റ് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഈ സോറിയാസിസും കൂടെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ലിവർ സിറോസിസ് ഉള്ള ഒരാൾക്ക് ഇതുപോലെ സോറിയാറ്റിക് കണ്ടീഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് ടു ഫുട്ട് എടുത്ത് അവരുടെ പല ഡിസീസിൽ നിന്നുമാണ് സ്കിൻ നമുക്കറിയാം. സ്കിന്നിന്റെ പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഉള്ള ഡിസ്കളറേഷൻ, അതായത് ഈ ഫോറിൻ കൺട്രീസിലൊക്കെ തന്നെ ഇഷ്ടംപോലെ തൊട്ടടുത്തടുത്തായിട്ട് കാണാം. ബ്യൂട്ടി പാർലറുകളും അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാനുള്ള ജിം സെന്ററുകളും. ഇത് രണ്ടും അവർ വെച്ചിരിക്കുന്നത് അവരുടെ ഹെൽത്താണ് അവർക്ക് നമ്പർ 1. അപ്പൊ ഈ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് തന്നെ നെയിൽ പോളിഷിങ്, ലിപ്സ്റ്റിക്ക്. എനിക്ക് വളരെ ബ്യൂട്ടിയെ കുറിച്ച് എനിക്ക് കോൺഷ്യസ് വളരെ കുറവുള്ള ഒരു വ്യക്തിയാണ്. ബ്യൂട്ടി പാർലറിൽ പോയിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞു തരാൻ അറിയാൻ വയ്യ. അപ്പൊ ഇവര് നെയിൽ പോളിഷിങ് സ്ഥിരം അവർ ചെയ്യും. അത് കൂടുതലും ഒരു അനീമിക് ആണോ, അതുപോലെ തന്നെ ആ നെയിൽസിൽ നോക്കിയാൽ നമുക്കറിയാം ലിവർ ഡിസീസ് ഉണ്ടോ, കിഡ്നി ഡിസീസ്, പലവിധ ഡിസ്കളറേഷനും സ്കിന്നിൽ ഇത് നെയിൽസിലുണ്ടാകും. അപ്പൊ ഇത് വളരെ പെട്ടെന്ന് പിടിക്കാനും കൂടാണ് ഇവർ ഹെൽത്തോടെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇവർ പോകുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഫോറിൻ കൺട്രി എന്ന് പറഞ്ഞാലും ഇവിടെ അതെല്ലാം തന്നെ മനസ്സിലാക്കി തുടങ്ങി, ആൾക്കാർ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്നറിലുള്ള ഡിസീസ് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ആ ഉള്ളിലുള്ളത് സിറോസിസ് ഓഫ് ലിവർ എന്നൊക്കെ പറയുന്ന സ്കാൻ ചെയ്തും ഫൈബ്രോ സ്കാൻ ചെയ്തും ഒക്കെ വരുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ഏത് സ്റ്റേജാണെന്ന് കണ്ടുപിടിക്കാനും പിന്നെ ട്രീറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചില സിംറ്റംസ് വെളിയിൽ കാണുന്നത് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് അതിലേക്ക് സംശയം തോന്നി ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇവളുടെ മെന്റൽ കണ്ടീഷനിൽ സ്ട്രെസ് നന്നായിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള സ്ട്രെസ്സായിരുന്നു. അതുപോലെ ഇമോഷണലി വളരെ സെൻസിറ്റീവാണ്. പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് കരയും. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രകൃതമൊക്കെ പെട്ടെന്ന് പ്രതികരിച്ച ആൾക്കാരോട് അവർ ചോദിക്കുന്നതിന് ഇവർക്ക് ഇഷ്ടക്കേടാണെങ്കിൽ അത് അനുസരിച്ചുള്ള മറുപടി ഇവൾ പറയുക. അതുപോലെ ഒരു പ്രത്യേകത കണ്ടത്, ഇവക്ക് ആ വീട്ടിലുള്ള ഒരു ഫാനുകൾ ഇവൾ ഓൺ ചെയ്യിപ്പിക്കത്തില്ല, AC ഇടിയിപ്പിക്കത്തില്ല. 2 റൂമിന് അപ്പുറത്തുള്ള ഫാൻ ഇവക്ക് ഇട്ടാൽ ഇവക്ക് അൺബെയറബിൾ ആണ്. അത്രയ്ക്ക് അവക്ക് തണുപ്പ്. അവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ ലോ ആയിട്ട് പോകുന്ന ഒരു അവസരത്തിൽ വരുന്ന ചില സംഭവങ്ങളാണ് ഇതൊക്കെ. ഫാറ്റ് ബോഡിയിൽ ഒരുപാട് കുറഞ്ഞാലും നമുക്കിതുണ്ടാകാം. പക്ഷെ ഇമ്മ്യൂണിറ്റി വളരെ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കോൾഡ്, അതുപോലെ അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ് ഒക്കെ തന്നെ വളരെ ഇൻടോളറബിൾ ആയിരിക്കും. അപ്പോൾ അത് ഈ കുട്ടിയിലുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവക്ക് ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു കോയിന്റെ 2 സൈഡ് പോലെയാണ്. ഇവക്ക് റൈനൈറ്റിസ് ഉണ്ടായിരുന്നു. മന്ത്ലി വൺസെങ്കിലും ഒക്കെ ശ്വാസം മുട്ടലുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ, റെസ്പിറേറ്ററി ഡിസീസും കൂടെ പലതും വെളിയിൽ സിംറ്റംസ് കാണിച്ചിരുന്നു. അപ്പം ഈ ഒരു കേസിന് ഞാൻ മറ്റുള്ള കംപ്ലൈൻസ് ഒക്കെ ഒരു റയർ ആൻഡ് പെക്യൂലിയർ ഞാൻ കണ്ടത്, വേറെ ഒരുപാട് മെഡിസിൻ ഞാൻ പറഞ്ഞല്ലോ, ആ നിപ്പിളിലുള്ള ക്രാക്സ് ഒക്കെ വരുമ്പോഴത്തേന് നമ്മൾ ഗ്രാഫൈറ്റിസ് ആണെന്ന് സംശയിക്കാം. ആർസനിക് ആൽബത്തിന്റെ ഉണ്ട്. അതുപോലെ തന്നെ നൈറ്റിലാണ് ഇച്ചിങ് മുഴുവൻ നടക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ പല മെഡിസിനും അതിൻ്റെ അകത്ത് വരാം. പക്ഷെ ഒരു റയർ ആയിട്ട് കണ്ടത്, ഇവർ പറഞ്ഞത് സർവ്വനേരവും പോയി കൈ കഴുകുക എന്നുള്ള ഒരു അവസ്ഥ. കൈ എപ്പോഴും വാഷ് ചെയ്യുക. അതെന്താ റീസൺ ചോദിച്ചാൽ അതൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, കൈ വാഷ് ചെയ്യണം തോന്നുന്നു, പോകുന്നു. അപ്പം അത് കണ്ടപ്പം നൈറ്റിലുള്ള ഇച്ചിങ്ങും അഗ്രവേഷനോടെ കണ്ട് ഞാൻ സിഫിലിനുമാണ് കൊടുത്തത്. അതിൽ തന്നെ ആ കുട്ടിക്ക് ആ കംപ്ലൈന്റ് കുറഞ്ഞു വന്നു. ഒരു 6 months ആയപ്പോൾ തന്നെ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടോ അതെല്ലാം നിന്നു. എഗൈൻ ഒരു 4 months കൂടെ എടുത്താണ് ആ സ്കിന്ന് നോർമൽ അവസ്ഥയിലായത്. ഞാൻ അതിന്റെ ഫോട്ടോസ് ഒക്കെ കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. ഇച്ചിരി തിരക്കിൽ പലതും ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ പവർ പോയിന്റ് ഞാൻ അത് എല്ലാ വെറൈറ്റി ഉള്ള സ്കിൻ ഡിസീസും കാണിക്കാനാണ് ഇരുന്നത്, സാധിച്ചില്ല. വളരെ നോർമൽ കണ്ടീഷനിലേക്ക് ആ കുട്ടി വന്നു. എങ്ങനെ അവർക്ക് ആ ഡിസീസ് ഉണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആ ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടി എത്തി. പിന്നെ ഈ ഒരു അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നതിന് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരു മരുന്നാണ് ഗ്രാഫൈറ്റിസ്. ഈ ഗ്രാഫൈറ്റിസിന്റെ കേസിൽ തിക്ക് ക്രാക്ഡ് ഡ്രൈ സ്കിൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഗ്രാഫൈറ്റിസിനും പെട്രോളിയത്തിനും തമ്മിലുള്ള ഡിഫറൻസ് വരുമ്പോഴത്തേന് പെട്രോളിയം വളരെ ഡ്രൈ ആയിരിക്കും. ഗ്രാഫൈറ്റിസ് അതല്ല, സ്റ്റിക്കി ആയിട്ടുള്ള ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ മിക്കവാറും എവിടെങ്കിലും ക്രാക്ക് ഉണ്ടായാൽ അവിടുന്ന് ഊസിങ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫൈറ്റിസ് കൊടുക്കാവുന്നതേ ഉള്ളൂ.
പക്ഷേ ഈ ഓരോ മെഡിസിനും നമ്മൾ സെലക്ട് ചെയ്യുമ്പം അവരുടെ മറ്റുള്ള എല്ലാ സിസ്റ്റത്തിലും കൂടെ അത് ഗ്രാഫൈറ്റിസിനൊക്കെ GIT-യിലെ നല്ല രീതിയിൽ അവർക്കുള്ള കോൺസ്റ്റിപ്പേഷനും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൂടെ ശ്രദ്ധിച്ച്, കാരണം ഒരേ സിംറ്റംസ് ഉള്ള ഒരുപാട് മെഡിസിൻ, പ്രത്യേകിച്ച് സ്കിന്നിന്റെ കാര്യം പറയുമ്പോൾ എല്ലാം പറയുമ്പോൾ ഇച്ചിങ് ഉണ്ട്, ബേണിംഗ് ഉണ്ട്, ഊസിങ് ഉണ്ട്, എക്സ്ഫോളിയേഷൻ ഉണ്ട്, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ആ സ്കിന്നിന്റെ ഒരുപാട് വെറൈറ്റി ഓഫ് ഡിസീസിലും അത് കാണാം. അപ്പം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സിസ്റ്റവും അതുപോലെ അവർക്ക് എന്തെങ്കിലും പാസ്റ്റ് ഹിസ്റ്ററിയിലുള്ള ഡിസീസ്, അപ്പം മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡിസീസ്, ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ 2 കേസിൽ തൈറോയിഡ് ഹൈപ്പോതൈറോയിഡിസോ അതുപോലെ ലിവർ സിറോസിസോ അതിന് ട്രീറ്റ് ചെയ്തപ്പോഴാണ് അത് ക്യൂറായി പോയത്. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മെഡിസിൻസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ കൊടുക്കാനായിട്ട്. സൾഫർ അതുപോലെ വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു മെഡിസിനാണ്. അത് സിവിയർ ബേണിങ്, സൾഫറിന് എപ്പോഴും ബേണിങ് കാണും. പിന്നെ അവര് ഡർട്ടി ആയിരിക്കും, ഇവരെ കണ്ടാൽ തന്നെ ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്കറിയാം സൾഫർ ആണെന്നുള്ളത്. ഇച്ചിങ് ഉണ്ട്, റെഡ് സ്കിൻ ആയിരിക്കും, വാംത്, അതായത് രാത്രി കിടക്കുമ്പോഴും അല്ലാതെ തന്നെ ചൂട്, അവർക്ക് അഗ്രവേഷൻ ആയിരിക്കും അവരുടെ കംപ്ലൈന്റിന് ഉണ്ടാകുന്നത്. എന്നാൽ റെക്സ്റ്റോസിന് നേരെ തിരിച്ചാണ്. റെക്സ്റ്റോസിന് ആ വാം വളരെയധികം സന്തോഷപ്രദമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് വെച്ച് നമുക്ക് ഇതിനെ തമ്മിൽ വളരെ 1-2 പോയിന്റിലേ നമുക്ക് വ്യത്യാസം സ്കിൻ ഡിസീസിന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വളരെ ക്ലീനായിട്ട് വേണം സ്കിൻ ഡിസീസ് എടുക്കുമ്പോൾ നമ്മളത് ചെയ്യാൻ. അതുപോലെ പബ്ലിക് സാറ്റിസ്ഫൈ ആകാത്ത ഒരു സംഭവമാണ് സ്കിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവർക്ക് നോക്കുന്നത് കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ എന്തെങ്കിലും രീതി നല്ല വ്യത്യാസം ഇങ്ങനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ സാറ്റിസ്ഫൈഡ് അല്ല. ഒന്നിൽ ആ ഡോക്ടർ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ആ സിസ്റ്റം ഓഫ് മെഡിസിൻ ശരിയല്ല എന്ന് പറഞ്ഞ് ഇവര് ചേഞ്ച് ചെയ്യും വേഗം. അതുകൊണ്ട് അതിന് പെട്ടെന്നൊരു ക്യൂർ കൊടുക്കണമെങ്കിൽ നമ്മൾ വളരെ ക്ലീനായിട്ട് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എടുത്ത് വേണം ഈ ഒരു സ്കിൻ ഡിസീസിന് നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. റെക്സ്റ്റോസിന് പക്ഷേ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാകും, തിക്ക് സ്കിന്നും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമെങ്കിലും ബ്ലിസ്റ്റേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും റെക്സ്റ്റോസിന്. അതുപോലെ വാംത് വളരെ സുഖകരമാണ് അവർക്ക്. നല്ല കട്ടിയുള്ള ഉടുപ്പ് ഇടുന്ന അവസരത്തിലുമൊക്കെ അവർക്ക് ആ ഇച്ചിങ്ങിന് വ്യത്യാസം, അതായത് കുറവാണ് കാണുന്നത്. അതുപോലെ ഈ റെക്സ്റ്റോസിന്റെ എല്ലാ കംപ്ലൈന്റിനും, ഏതൊരു കംപ്ലൈന്റ് നമ്മൾ എടുത്താലും സ്ലൈറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് അവർക്ക് വളരെ സുഖകരമാണ്. ഈവൻ പെയിൻ എടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലും കാലിന് വേദനയാണെന്ന് പറഞ്ഞാലും ചെറുതായിട്ട് നടന്നാൽ അവർക്ക് അത് അമലറേഷൻ കിട്ടുന്നതായിട്ട് കാണും. അത് സ്കിന്നിന്റെ കണ്ടീഷനിലും ഉണ്ട്. എന്തെങ്കിലും ഇച്ചിങ് ഒക്കെ കൂടുന്ന അവസരത്തിൽ അവർ പതുക്കെ നടക്കും. അത് റെക്സ്റ്റോസിനുള്ള ഒരു പ്രത്യേകതയാണ്. ആർസനിക് ആൽബത്തിനും ഉണ്ട്, വളരെ റെസ്റ്റ്ലെസ് ആയിരിക്കും. നമുക്കറിയാം ഫീവർ ഒക്കെ ആയിട്ട് വരുന്ന കുട്ടികളും അവരിയ്ക്കത്തില്ല. കുട്ടികൾ പ്രായമായവരാണേലും കാലനക്കുക, കൈയനക്കുക, ആ ഒരു റെസ്റ്റ്ലെസ്നെസ് കാണിച്ചാൽ ആർസനിക് ആൽബത്തിന് അതുപോലെ മറ്റുള്ള സിംറ്റം കൂടെ ഉണ്ട്. കോൾഡിന്, സ്നീസിങ്, റണ്ണിങ് നോസും ഒക്കെ കൂടെ വേണം ആണെങ്കിൽ ആർസനിക് ആൽബം തന്നെയാണത്. ഈ രണ്ട് മെഡിസിനും ആ ഒരു പ്രത്യേകത കാണും. സാധാരണ ആർസാൽബും റെക്സ്റ്റോസും കൊടുത്താൽ വളരെ പെട്ടെന്നാണ് ആ ഫീവറിന്റെ ആ ഒരു വ്യത്യാസം വരുന്നത്. അതുപോലെ മിസീറിയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലെതറി ആയിട്ടുള്ള പുറംചട്ടയ്ക്കകത്ത്, അപ്പൊ നമ്മൾ വല്ല കോട്ടണോ വല്ലോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ പസ് ചെറുതായിട്ട് പൊടിയുന്നതായിട്ട് കാണാം. മോസ്റ്റ് ഓഫ് ദ മിസീറിയൻ കേസസിലും അങ്ങനെയാണ്. അപ്പോൾ അതിന്റെ പുറം കാണുമ്പോഴത്തേന് വളരെ ക്ലീൻ ആയിട്ടിരിക്കും, പക്ഷെ അതിന്റെ തൊട്ട് താഴെയായിരിക്കും പസ് ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒന്ന് കണ്ടാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട, മിസീറിയൻ തന്നെ നമുക്ക് കൊടുക്കാം. ബേണിംഗ് സെൻസേഷൻ മിസീറിയത്തിന് പറയാം. അതാ ഞാൻ പറഞ്ഞത്, ബേണിംഗ് ഉള്ള ഒരുപാട് മെഡിസിൻ ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള 1-2 പോയിന്റ്സിൽ നമ്മളത് ക്ലിയർ ചെയ്ത് നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്തോണം. കാൽക്കേരിയ സൾഫർ എന്ന് പറയുന്ന മെഡിസിന് വളരെ, അതിന്റെ 3x ഒരുപാട് സ്കിൻ കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, സാധാരണ ഇത് ഉണ്ടാകുമ്പോഴത്തേന് ലിംഫ് നോഡ്സിന് എൻലാർജ്മെന്റോടെ കാണാം. ഗ്രോയിനിലെ ആണ്, കാലില ഈ സ്കിൻ ഡിസീസ് വരുന്നതെങ്കിൽ ഗ്രോയിനിലെ ഇത് ലിംഫ് നോഡ്സ് വീർത്തിരിക്കുന്നതായിട്ടും അതുപോലെ പെടലിക്ക് നമുക്ക് ലിംഫ് നോഡ്സ് ഉരുണ്ട് കിടക്കുന്നതായിട്ടും ഒക്കെ കാണാൻ സാധിക്കും. കാൽക്കേരിയ സൾഫിന്റെ ഒരു പ്രത്യേകതയാണത്. ഇത് പെട്ടെന്ന് തന്നെയാണ് സ്കിന്നിന്റെ എക്സ്ഫോളിയേഷൻ, ആ പൊഴിഞ്ഞു വീഴലിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യൂർ കിട്ടും കാൽക്കേരിയ സൾഫ് കൊടുത്താലേ. അപ്പോഴേ ആ പേഷ്യന്റിന് സന്തോഷം തോന്നത്തുള്ളൂ. ഇച്ചിങ് കുറയുകയും എക്സ്ഫോളിയേഷൻ കുറയുകയും ചെയ്യുന്ന അവസരത്തിലാണ് ആ പേഷ്യന്റ് സാറ്റിസ്ഫൈ ആയി വരുന്നത്. അതൊന്നും കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും, എന്നാലും പെട്ടെന്ന് തന്നെ ഈ 2 കാര്യത്തിനും നമുക്ക് കുറവ് കിട്ടും. അപ്പൊ കാൽക്കേരിയ സൾഫ് മറ്റിന് ഏതെങ്കിലും ഒരു മരുന്നിന്റെ കൂടാണെങ്കിലും, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗിന്റെ കൂട്ടത്തിലാണെങ്കിലും 3x ഒന്ന് കൊടുത്താൽ വളരെ നമുക്ക് റിസൾട്ട് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതിന്റെ ഈ ഒരു അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ എക്സിമ, ഇത് രണ്ടിന്റെ കേസിലും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും
എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും കൂടെ. കാരണം വെച്ചാൽ വളരെ ഡ്രൈ ആയിരിക്കും. ഈ ഡ്രൈനെസ് ഇങ്ങനെ നിൽക്കുമ്പം ഇനിയും ചൊറിഞ്ഞില്ലെങ്കിൽ തന്നെ പൊട്ടാനുള്ള സാധ്യത വളരെയാണ്. അങ്ങനെയുള്ള ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്നാണ് ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായി പിന്നെ നമ്മൾ അക്യൂട്ടായിട്ട് അതിന്റെ ട്രീറ്റ്മെന്റിനൂടെ പോകണം. അപ്പൊ ചെയ്യാൻ പറ്റുന്നത് മോയ്സ്ചറൈസിങ്. അത് സാധാരണ ഓയിൽ, ഇനി കോക്കനട്ട് ഓയിലോ അല്ലെ ബദാം ഓയിലോ അങ്ങനെയൊക്കെ, കാരണം ഒരുപാട് ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഓയില് അവിടെ അപ്ലൈ ചെയ്യാനോ അല്ലെ ഓയിൻമെന്റ് അപ്ലൈ ചെയ്യാനോ നമ്മുടെ കലണ്ടുല നല്ലതാണ്. അവർ എപ്പോഴും മോയ്സ്ചറൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സ്റ്റേണലി അതുപോലെ ഇന്റേണലി വെള്ളം ഒരുപാട് കുടിക്കുകയും വേണം. കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ സ്കിൻ കണ്ടീഷൻ വരുമ്പോൾ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇല്ല, അവരുടെ ബവൽ മൂവ്മെന്റ്സ് വളരെ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കുറവ് ആ ഒരു സ്കിൻ ഡിസീസിന് കാണാൻ സാധിക്കും. അപ്പൊ ഇന്റേണലി ഒരുപാട് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, വെള്ളം നന്നായിട്ട് കുടിക്കുക. അതുപോലെ ഹാർഷ് സോപ്പ്, ഈ ഒരുപാട് കെമിക്കൽസ് ഉള്ള സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക. ഗ്ലിസറിൻ കണ്ടന്റ് ഉള്ള നമുക്ക് പിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബേബി സോപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഗ്ലിസറിൻ കൂടുതലുള്ള സോപ്പ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. മെയിൻറ്റെയിനിങ് ഹെൽത്തി ഹാബിറ്റ്സ്, വാം വാട്ടറിൽ ബാത്ത് ചെയ്യാം. ബാത്ത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ മോയ്സ്ചറൈസ് എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അത് എപ്പോഴും നനഞ്ഞിരുന്നോണം, അത് പൊട്ടിപ്പോകാനുള്ള അവസ്ഥ ഉണ്ടാകരുത്. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. തന്നെയല്ല ക്യൂറിങ് റേറ്റും കൂടും. ഇതില് അത് ബ്രീത്തബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണം യൂസ് ചെയ്യാൻ. മോസ്റ്റ്ലി കോട്ടൺ ഡ്രസ്സ് വേണം യൂസ് ചെയ്യാൻ. മറ്റുള്ളത് എയറേഷൻ ഉണ്ടാകുന്ന ഡ്രസ്സ്, അതും നമുക്ക് ക്യൂർ ചെയ്ത് കിട്ടാൻ വളരെയധികം പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രയോജനപ്രദമായ ഒരു സംഭവമാണ്. അതുപോലെ ചൊറിച്ചിൽ വരുമ്പോൾ, ചൊറിയരുത് എന്ന് പറഞ്ഞാലും ചൊറിഞ്ഞു പോകും. ചൊറിച്ചിൽ വരുമ്പോൾ ചെയ്യേണ്ടത് നെയിൽ ഉപയോഗിക്കാതെ, അതായത് കൈയുടെ ഫ്ലഷ് ഉപയോഗിച്ച് മാത്രം നന്നായിട്ട് റബ്ബ് ചെയ്തങ്ങ് വിടുക. അല്ലാതെ നെയിൽ ഉപയോഗിച്ച് അത് മാന്തി പൊട്ടിക്കാതിരുന്നാൽ കിട്ടുന്നത് ഡിസ്കളറേഷൻ അവിടുന്ന് ഒഴിവാകാം. പിന്നെ പൊട്ടിക്കഴിഞ്ഞാലുള്ള ഫർദർ രണ്ടാമത്തെ സെക്കൻഡറി ഇൻഫെക്ഷൻ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ആൾക്കാരോട് പറയുക, ചൊറിച്ചിൽ വന്നോ ചൊറിഞ്ഞു, പക്ഷെ നിങ്ങൾ റബ്ബ് ചെയ്ത് മാത്രം അമർത്തി അങ്ങ് റബ്ബ് ചെയ്തേക്കണം എന്ന് പറഞ്ഞു വേണം അവരെ വിടാന്. അതുപോലെ നമുക്ക് സ്ട്രെസ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ഒരു മാറ്റർ ആയതുകൊണ്ട് യോഗയ്ക്കോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ ജിമ്മിലോ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഇതോ ഒക്കെ ചെയ്യുന്നതും, ഇതെല്ലാം ക്യൂറിങ് റേറ്റ് കൂട്ടാൻ ഈ മെഡിസിൻ്റെ കൂട്ടത്തിൽ നമ്മളെ പ്രയോജനപ്രദമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ താഴെ പറഞ്ഞ ഇത്രയും സംഭവങ്ങൾ. ഇനി നമുക്ക് ഇൻഫ്ലമേറ്ററി ഡിസീസ് കണ്ടതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, സോറിയാസിസും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡിസീസ്, സ്കിന്നിൻ്റെ ഒരു വെറൈറ്റി ഓഫ് ഡിസീസാണ്. അത് ഓട്ടോ ഇമ്മ്യൂൺ ആണ് സോറിയാസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ അതിൻ്റെ ഒരു കേസിൻ്റെ കാര്യം മാത്രം ഞാൻ പറയുകയാണ്. ഒരു 45 years ഓൾഡ് മാനാണ്. അയാൾക്ക് 11 വർഷത്തെ ഹിസ്റ്ററി ഉണ്ട് ഈ സോറിയാസിസിന്. ഒരുപാട് ഇതുപോലെ മെഡിസിൻ സിസ്റ്റം, ഒരുപാട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത്. ഇയാൾക്ക് സോറിയാസിസിന്റെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഒക്കെ ഫുൾ ബോഡിക്കാണെങ്കിൽ സോറിയാസിസിന്റെ പ്രത്യേകത ചില പോർഷനിൽ മാത്രമാണ് തിക്നെസ് ആയിട്ട് സ്കിൻ വരുന്നതും പൊഴിഞ്ഞു പോകുന്നതും ഡിസ്കളറേഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത് ഇയാൾക്ക് തലയിലുണ്ടായിരുന്നു, ഫോർഹെഡിലുണ്ടായിരുന്നു. അതൊക്കെ ഓരോരോ സ്പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. എൽബോ ജോയിന്റ്, നീ ജോയിന്റ്, അബ്ഡമനിലുണ്ട്. അതുപോലെ ബിഹൈൻഡ് ദ നെക്കിന്റെ പുറകില്, മിക്കവാറും കാണാൻ നെക്കിന്റെ പുറകില് സോറിയാസിസ് പേഷ്യൻസിന്. ഇതൊക്കെ തന്നെ ലാർജ് സ്കെയിൽസ് ആണ് ഇതിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നത്. സ്കെയിലിംഗ് ആണ് ഇതിന്റെ സോറിയാസിസിന്റെ സിംറ്റംസിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. അവർക്കും പെട്ടെന്ന് ആ ട്രീറ്റ്മെന്റിനകത്ത് തൊലി പൊഴിഞ്ഞു വീഴുക എന്നൊരവസ്ഥയ്ക്ക് നമ്മൾ വ്യത്യാസം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അത് തന്നെ നമ്മുടെ അടുത്തുനിന്ന് മാറാതെ തന്നെ അത് കംപ്ലീറ്റ് ആക്കി പോകാനായിട്ട് സാധിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് ഊസിങ്ങോ അതുപോലെ ഇച്ചിങ്ങോ ഒന്നും തന്നെ ഇയാൾ പറഞ്ഞില്ല. ഇയാൾക്ക് ആകെയുള്ളത് ഈ ഒരു സ്കിന്നിൽ കാണുന്ന ആ ചേഞ്ചസ്, അതായത് തിക്നെസ് ഓഫ് സ്കിന്ന്, അവിടുന്ന് എക്സ്ഫോളിയേഷൻ, ഇത് മാത്രമല്ലാതെ ഹെഡ് ടു ഫുട്ട് എല്ലാ സിസ്റ്റവും എടുത്ത് ചോദിച്ചു. ആ സിസ്റ്റം എല്ലാം തന്നെ നോർമലായിരുന്നു. വേറെ ഒരു കാര്യത്തിലും നമുക്ക് ഇദ്ദേഹത്തിനെ ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് എന്ന് വരാനായിട്ട് സാധിച്ചില്ല. ഞാൻ കൊടുത്തത് ആർസനിക് ആൽബമാണ് കൊടുത്തത്. പക്ഷെ അതിൽ തന്നെ കാരണം ഡ്രൈ ഫ്ലേക്കി പാച്ചസ് ആണ് ആർസാൽബിൻ ഉണ്ടാകുന്നത്. അയാൾക്ക് ആ ആർസനിക് ആൽബത്തിൽ തന്നെ കംപ്ലീറ്റ് ക്യൂർ ആയി പോകാനായിട്ട് സാധിച്ചു.
ഈ ഒരു കേസിലും ഗ്രാഫൈറ്റിസ് നല്ലതാണ്. ഗ്രാഫൈറ്റിസിലും ഈ പറഞ്ഞതുപോലെ തന്നെ തിക്കായിട്ടുള്ള ലെതറി ക്രസ്റ്റഡ് ആയിട്ടുള്ള സ്കിന്നിലെ ചേഞ്ചസ് ആണ് സോറിയാസിസിന്റെ കേസിൽ കാണിക്കുന്നത്. അതിന് ഊസിങ് ഉണ്ടായിരിക്കും. ഗ്രാഫൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെട്രോളിയം ആയിട്ടുള്ള ഡിഫറൻസിൽ അതാ വരുന്നത്. ആ ഊസിങ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫൈറ്റിസ് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ സൾഫർ നമ്പർ 1 മെഡിസിൻ ആണ്. അത് ഇന്റൻസ് ഇച്ചിങ് ഉണ്ടായിരിക്കും. ചില സോറിയാസിസിന്റെ കേസസിൽ ഇന്റൻസ് ഇച്ചിങ് അവർ പറയും. ചിലതിന് യാതൊരു ഈ ഇദ്ദേഹത്തിന്റെ ഞാൻ ഈ 45 years ഓൾഡ് മാൻ്റെ പറഞ്ഞതിനകത്ത് വേറെ ഒരു സിംറ്റവും ഇല്ല. അയാൾക്ക് തന്നെ അറിയുന്നില്ല. പിന്നെ പുറത്ത് കാണുമ്പോഴോ കണ്ണാടിക്കകത്ത് കാണുമ്പോഴോ ആണ് അയ്യോ എനിക്കൊരു സ്കിൻ ഡിസീസ് ഉണ്ടല്ലോ എന്നുള്ള ഇത് അയാൾക്ക് തോന്നുന്നത്. സൾഫറിന് ഇന്റൻസ് ഇച്ചിങ്, സ്കെയിലിങ്, ഇതൊക്കെ അഗ്രവേറ്റഡ് ബൈ വാംത, ഇതൊക്കെ സൾഫർ കാണിക്കും. നേട്രമൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. പ്രത്യേകിച്ച് സ്ട്രെസ് റിലേറ്റഡ്, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കേസ് വന്നാൽ നമ്മൾ മെന്റൽ കംപ്ലൈന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം. സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ സോറിയാസിസ് കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേട്രമൂർ തിങ്ക് ചെയ്യാം. അപ്പം ക്രേവിങ്ങും അവേർഷനും ഇതെല്ലാം കൂടെ നോക്കിക്കോണം. അതും ഒക്കെ കൂടെ ചേർന്ന് വന്നാലേ നമുക്ക് ആ ഒരു റെമഡിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അത് ആങ്സൈറ്റി, സ്ട്രെസ്സും ഒക്കെ ഉള്ളവർക്ക് ഡ്രൈ പാച്ചസും ആയിരിക്കും. അത് നേട്രമൂറിലും കാണുന്ന ഒരു സംഭവമാണ്. പെട്രോളിയത്തിന്റെ ഈ പറഞ്ഞ പോലെ ഡ്രൈ ആയിരിക്കും. ഡ്രൈനെസ് ആണ് കൂടുതൽ കാണുന്നത്. എസ്പെഷ്യലി ചെവിയുടെ പുറകിലായിട്ട് വന്നാൽ നമുക്ക് പെട്ടെന്ന് പെട്രോളിയം തന്നെ തിങ്ക് ചെയ്യാം. പല കേസസിലും എനിക്ക് ചില പെർട്ടിക്കുലർ പോർഷനിൽ കാണുന്ന സ്കിൻ ഡിസീസ് നമുക്ക് വേഗം ഇത് ഹെയറിന്റെ മാർജിനിൽ വരുന്ന കാൽക്കേരിയ കാർബൺ ഉണ്ട്, ഡൾക്യാമറയ്ക്കുണ്ട്, ടെലൂറിയം, ഇതൊക്കെയും ഹെയറിന്റെ മാർജിനിൽ വരുന്നതിന് നമുക്ക് പെട്ടെന്ന് ഒന്നും ചിന്തിക്കാതെ തന്നെ കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ആണ് അതൊക്കെ. കാൽക്കേരിയ കാർബൺ ഉണ്ട്, ഇച്ചിങ് ഉണ്ടായിരിക്കും, റെഡ്നെസ്, സ്കെയിലിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. കാൽക്കേരിയ കാർബൺ ഒക്കെ വരുമ്പോൾ നമുക്ക് പേഷ്യന്റിനെ കണ്ടാൽ തന്നെ അറിയാം. അവരുടെ ആ ബോഡിയുടെ നേച്ചർ കണ്ടാലേ പോട്ട് ബെല്ലീഡ് ആയിരിക്കും, ഹൈറ്റ് കുറച്ച് കുറഞ്ഞതായിരിക്കും. അവരുടെ ഡിസയറും അവേർഷനും ഒക്കെ കൂടെ ചോദിച്ചാൽ നമ്മൾ വേഗം ആ പോയിന്റിലോട്ട് എത്തും, കാൽക്കേരിയ കാർബൺ എന്നുള്ളത്. അതുപോലെ മിസീറിയത്തിന്റെ ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു സ്കിന്നിന്റെ തിക്കായിട്ടുള്ള സ്കിന്നിന്റെ അടിയിലായിരിക്കും കംപ്ലൈന്റ് എപ്പോഴും. അങ്ങനെയുള്ളത് വെളിയിൽ വളരെ ക്ലീൻ ആയിട്ട് കണ്ടാൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിലേക്ക് മിസീറിയത്തിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ ബെർബറി സക്കിഫോളിയം, അത് ബെർബറി സക്കിഫോളിയം 2 എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ്. കാരണം സ്കിന്നിലുള്ള ആ ഡിസ്കളറേഷൻ, ആ ഒരു സ്കിൻ ഡിസീസ് വന്നു എന്നുള്ളതിന്റെ അടയാളം മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന 2 മെഡിസിൻ ആണ്. ഒന്ന് ബെർബറി സക്കിഫോളിയത്തിന്റെ എക്സ്റ്റേണൽ ആൻഡ് കലൻഡുല, ഇത് 2 എണ്ണം. ഇത് 2ഉം അപ്ലൈ ചെയ്ത് കൊടുത്താൽ അവർ പേഷ്യന്റ് സാറ്റിസ്ഫൈ ആകും. കാരണം ആ സ്കിന്ന് നോർമൽ സ്കിന്നിലേക്ക് വരാനും ആ ഡിസ്കളറേഷൻ കംപ്ലീറ്റ്ലി മാറാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ബെർബറി സക്കിഫോളിയം. അതിന്റെ ടിഞ്ചർ നമുക്ക് കൊടുക്കാം. ഇച്ചിങ്ങും റെഡ്നെസ്സും സ്കെയിലിങ്ങും എല്ലാം തന്നെ ഈ ഒരു മെഡിസിനിലും കാണപ്പെടുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ പ്രിക്കോഷൻസ് വരുമ്പം സോറിയാസിസിന്റെ വരുമ്പോൾ അപ്പിയറൻസ് ഓഫ് പാച്ചസ്, ആ പാച്ചസിൽ നിന്ന് തന്നെ നമുക്ക് ഇത് സോറിയാസിസ് ആണോ എന്ന് കണ്ടുപിടിക്കുകയും, അതുപോലെ ഇച്ചിങ് ഉള്ളതും ഇല്ലാത്തതും കൊണ്ട് മറ്റുള്ള എക്സിമ ഇതിൻ്റെ അകത്തൊക്കെ ഇച്ചിങ് എന്ന് പറയുന്നത് ഒരു സിംറ്റം അതിൻ്റെ അകത്തുള്ളത് തന്നെയാണ്, ഇച്ചിങ് ഇല്ലാത്ത ഒരു അവസ്ഥയില്ല. അപ്പൊ ഇതുമായിട്ട് വ്യത്യാസം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇമോഷണൽ സ്ട്രെസ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ട്രിഗർ ചെയ്യാം. കാരണം എൻ്റെ ഒരു പേഷ്യന്റ് ഒരു 3 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ തന്നെ ഫസ്റ്റ് ആ ഇത് എക്സ്ഫോളിയേഷൻ എന്നുള്ള അവസ്ഥ, സ്കിന്ന് പൊഴിയുന്നതിന് നല്ല വ്യത്യാസം വന്ന് ചെറിയ ചെറിയ റൗണ്ടിലുള്ളിടത്ത് നോർമൽ സ്കിന്നിന്റെ കളറും കയറി വരാൻ തുടങ്ങിയതാണ്. പക്ഷെ പെട്ടെന്ന് അവരുടെ മദറിന് ഒരു ഡിസീസ് ഉണ്ടായി, ഒരു എമർജൻസി ഉണ്ടായി, അമൃതയിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പം അവിടെ പോയി ഫിസിക്കലിയും മെന്റലിയും സ്ട്രെസ് ചെയ്തപ്പം എഗെയിൻ 3 വീക്സേ ആയുള്ളൂ എൻ്റെ അടുത്ത് വന്നിട്ടും കുറഞ്ഞതാണ്. എഗെയിൻ പിന്നെയും സ്കിന്നിലും അതുപോലെ തന്നെ തലയിലും ഫോർഹെഡിലും കുറേശ്ശെ പിന്നെയും തിക്നെസ് ആയിട്ട് വരികയും തൊലി പൊളിയുകയും ചെയ്യുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് സ്ട്രെസ് എടുക്കാതിരിക്കുക എന്നുള്ളത് ഈ സ്കിൻ കണ്ടീഷനിലെല്ലാം തന്നെ ഉള്ളതാണ്. ആ സ്ട്രെസ് മാറ്റാനുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുകയുള്ളൂ നിവൃത്തി. ഈ ഫിസിക്കൽ എക്സസൈസ് ഒക്കെ നല്ലതാണ്. മെന്റലി കൂടെ നമ്മൾ കൂടുതൽ എൻഗേജ്ഡ് ആകുക എന്നുള്ള കാര്യമാണ്. മെഡിറ്റേഷനൊക്കെ ചെയ്താൽ തന്നെ അങ്ങനെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ പോകുമോ? അത് നടക്കുന്ന കാര്യമല്ല. എൻഗേജ്ഡ് ആകുക, പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിനാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ മനസ്സിനെ അതിന് വറിയിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും.
അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, സ്കിൻ ഡിസീസ് എടുക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഡിസീസ് പാസ്റ്റ് ഹിസ്റ്ററിയിലുള്ള എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുന്നതുണ്ടോ, അത് ക്ലിയർ ചെയ്ത് പൊക്കോണം. മിക്കവാറും അതിൽ നിന്നും കൂടെ ഉള്ള കംപ്ലൈന്റിലാണ് ഈ സ്കിന്നിൽ വരുന്നത്. അതുകൊണ്ട് നമ്മൾ സ്കിൻ എന്ന് പറഞ്ഞ ആ സിംറ്റം മാത്രം നോക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മാറത്തില്ല. അതിനുവേണ്ടി ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുകയോ, ഞാൻ ആ ലിവർ സിറോസിസിനെ പെട്ടെന്ന് സ്കാൻ ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ആ ഒരു തൈറോയ്ഡ് കേസിൽ ബ്ലഡിന്റെ എല്ലാ ടെസ്റ്റുകളും നടത്തി അങ്ങനെയൊക്കെ. അതുപോലെ ഡയബറ്റിസ് പേഷ്യൻസിനെ എപ്പോഴും അലട്ടുന്നതാണ് സ്കിൻ കംപ്ലൈന്റ്. അപ്പോഴൊക്കെ അവർക്ക് ഷുഗർ ലെവൽ എങ്ങനെയാണെന്നും, അത് ഷുഗർ ലെവൽ ഏറി നിന്നാൽ അതുകൂടെ നോർമൽ ആക്കാനുള്ള മെഡിസിൻസ് എന്നേ അവരുടെ വൂണ്ടുകൾ ഹീലായി പോകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഏത് മെഡിസിൻ വൂണ്ട് ഹീലിംഗ് ആണെന്ന് പറഞ്ഞ് കൊടുത്താലും നിൽക്കത്തില്ല, ഏത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊടുത്താലും നിൽക്കത്തില്ല. അപ്പം എപ്പോഴും തന്നെ എല്ലാ സിംറ്റംസും എടുത്ത് വേണം ഹെഡ് ടു ഫുട്ട് ഓരോ സിസ്റ്റം ബൈ സിസ്റ്റമായിട്ട് നോക്കിയിട്ട് വേണം സ്കിന്നിന് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങാൻ. അതുപോലെ ഇതിന് ചെയ്യുമ്പം നമ്മൾ പ്രിവെന്റീവായിട്ട് ആ മെഷേഴ്സ് എടുക്കേണ്ടത് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ. അതിൽ ഞാൻ സ്ട്രെസ്സിന്റെ കാര്യം പറഞ്ഞു. സ്മോക്കിങ്ങോ ആൽക്കഹോളോ ഇൻടേക്കോ ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ സർട്ടൺ മെഡിസിൻസ് ചോദിക്കണം, നിങ്ങൾ എന്തൊക്കെയാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മെഡിസിനിൽ നിന്ന് ചിലപ്പം നമുക്ക് ഈ സിംറ്റംസ് വേഴ്സ് ആകാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പൊ ഏതാ മെഡിസിൻസ് കഴിക്കുന്നത്, ആൽക്കഹോളിന്റെ ഇൻടേക്ക് കുറയ്ക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുക. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അതായത് ന്യൂട്രിയൻ റിച്ച് ഡയറ്റ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. എപ്പോഴും സ്കിൻ കംപ്ലൈന്റ് ഉള്ളവർക്ക് നമ്മൾ വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, ഇത് മൂന്നും ഹോമിയോപ്പതിക്കകത്ത് പേറ്റന്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ക്യാപ്സൂൾ രൂപത്തിലും ടാബ്ലറ്റ് രൂപത്തിലും ഒക്കെ ഉണ്ട്. അപ്പൊ 3-4 മാസം ഇത് നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഫുഡിൽ കൂടെ തന്നെ, ജീവിതകാലം മുഴുവൻ നമുക്ക് ക്യാപ്സൂൾ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, ഫുഡിൽ കൂടെ തന്നെ വൈറ്റമിൻ ഇയുടെ ലെവൽ കൂട്ടുന്ന ഒരുപാട് ഫുഡുകൾ, നട്ട്സ്, അതുപോലുള്ള ബദാം നല്ലതാണ്. അതുപോലെ സ്പോർട്സ്, പയറുവർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ചത്, അങ്ങനെ വൈറ്റമിൻ ഇ കൂട്ടി കൊടുക്കാനും. വൈറ്റമിൻ ഡിക്ക് നമുക്ക് മെഡിസിൻസ് തന്നെ ഉണ്ട്. കാൽക്കേരിയ ഫോസും പല മെഡിസിനിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഡിയും ഇയും സിയും ഒക്കെ കിട്ടുന്നതുണ്ട്, കാർബോവേജ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള മെഡിസിനും കൂടെ ഉൾപ്പെടുത്തുക. പിന്നെ ഫുഡിൽ കൂടെ ഈ ഏതൊക്കെ വൈറ്റമിൻസ് കിട്ടുന്നത് അതും കൂടെ ആഡ് ചെയ്യാൻ അവരോട് പറയുക. അതുകൂടെ പെട്ടെന്ന്, അതായത് മെഡിസിന്റെ കൂട്ടത്തിൽ തന്നെ ചില വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുകൂടെ ക്യൂറിംഗ് റേറ്റ് കുറയും. അപ്പൊ അത് മാനേജ് ചെയ്ത് പോകാനായിട്ട് പെട്ടെന്ന് സ്കിന്നിന്റെ കംപ്ലൈന്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇച്ചിരി ലേറ്റ് ആകും എന്നുള്ളത് ആ പേഷ്യന്റ് ധരിക്കരുത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ അഡീഷനോടെ കൊടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ മോയ്സ്ചറൈസ് ചെയ്യണം. ഈ ഒരു കേസിലും ഡ്രൈനെസ് ഉണ്ട്. എക്സ്ഫോളിയേഷൻ കുറയാനായിട്ട് ഏതെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്യാം. കോക്കനട്ട് ഓയിലാണെങ്കിലും ബദാം ഓയിലാണെങ്കിലും ഒക്കെ നല്ലതാണ്, അത് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മുടെ ക്രീമുണ്ട്, മെഡിസിൻസ്, അത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ സൺറൈസ്, എപ്പോഴും സൺഹീറ്റും സൺറൈസും നല്ല വെയിലത്തും അത് ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ അതൊക്കെ പോകുമ്പോഴത്തേന് വെയിൽ കൊള്ളാതിരിക്കാനുള്ള മാർഗങ്ങൾ, ഹാറ്റോ അല്ലെങ്കിൽ കുടയോ പിടിച്ചു പോവുക, ഡ്രസ്സ് കുറച്ച് കവർ ചെയ്യുന്നത് ഇടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം. കാരണം സൺ ഹീറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി, ഈവൻ ക്യാൻസറസ് കണ്ടീഷൻ കൂടുതലുണ്ടാകുന്ന UV റേസിൽ നിന്നാണ് ഉണ്ടാകുന്നതിന്റെ ഒരു റീസണ്. അപ്പൊ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ കത്തിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാര് ഈ വീണ്ടും വൂൺസ്, എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാകാതെ നോക്കണം. അങ്ങനെ വരുമ്പോഴത്തേന് ഇത് ട്രിഗർ ചെയ്യാനും വീണ്ടും ആ ഭാഗത്ത് ഒരുപാട് ഫ്ലയേഴ്സ് ഉണ്ടാകാനും ഒക്കെയുള്ള കാരണമാകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൂടെ ചെയ്യണം. ഇതുകൂടെ അവർക്ക് അവയർനെസ് കൊടുക്കണം. ഇന്ന് ഒരുപാട് കേസസും ഡോക്ടേഴ്സിന്റെ അടുത്തുനിന്ന് സ്ലിപ്പ്, ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു പേഷ്യന്റ് ചെന്നപ്പോഴത്തേന് അയാൾ ഇത് നേരത്തെ, കാരണം പലരും ഒരുപാട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ മറ്റൊരു ഡോക്ടർ ഇത് ഏത് വെറൈറ്റി ആയുള്ള സ്കിൻ ഡിസീസ് ആണ്, ഇത് എക്സിമ ആണ്, അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആണ്, ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടും കുറയാതാണ് ഈ ഡോക്ടറിനെ സമീപിച്ചത്. വന്നപ്പം വളരെ കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് ആണ് ലേഡി ഡോക്ടറായിരുന്നു കൊടുത്തത്. പക്ഷേ ഇത് ഏത് തരത്തിലുള്ള സ്കിൻ ഡിസീസ് ആണ്, എക്സിമ ആയിരുന്നു, ആ എക്സിമയെ കുറിച്ചുള്ള കാര്യങ്ങളോ പറഞ്ഞില്ല. അങ്ങനെ പറയാതെ വന്നപ്പോൾ അയാൾ സാറ്റിസ്ഫൈഡ് അല്ല ആ ട്രീറ്റ്മെന്റിൽ. കാരണം ആ രോഗം കണ്ടുപിടിക്കാൻ പോലും ആ ഡോക്ടറിന് പറ്റിയില്ല എന്നാണ് പുള്ളി. പക്ഷെ അവർ കറക്റ്റായിട്ടാണ് നോക്കിയതും കറക്റ്റായിട്ടുള്ള മെഡിസിനാണ് കൊടുത്തത്. ആ മെഡിസിൻ പോലും കൊടുക്കാൻ അവർ തയ്യാറായില്ല. അപ്പൊ ഈ അവയർനെസ് നന്നായിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ ആ രോഗത്തെക്കുറിച്ചുള്ള അവയർനെസ്സും ആ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള അവയർനെസ്സും ആ പേഷ്യന്റിന് കൊടുത്തിരിക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും
സാധാരണ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയാൽ അവരെന്ത് പറയുന്നു അത് നമ്മളങ്ങ് കേൾക്കുകയാണ് ചെയ്യുന്നത്, ദൈവത്തിന് തുല്യം. പക്ഷെ ഇന്ന് അങ്ങനല്ല. ആദ്യം ഒരു ഡിസീസ് വന്നാൽ ഗൂഗിൾ എടുത്ത് നോക്കും, അതിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. ഒരു പരീക്ഷണം പോലെയും കൂടെ അവർ പല കാര്യങ്ങളും അന്വേഷിക്കാറുമുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ പറയാതെ അവർ സാറ്റിസ്ഫൈ ആകത്തില്ല. നമ്മുടെ അടുത്തുനിന്ന് സ്ലിപ്പ് ചെയ്ത് പോകാതെ നോക്കണമെങ്കിൽ ഈ കാര്യങ്ങളോട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ചർച്ചകൾ ഉണ്ടായി, എങ്ങനെയാണ് പേഷ്യൻസ് പോകുന്നത്. അതുപോലെ സയന്റിഫിക് ആയിട്ട് തന്നെയുള്ള തെളിവുകൾ കൊടുത്താലേ ചില സിസ്റ്റം ഓഫ് മെഡിസിൻ നമ്മളെ അംഗീകരിക്കത്തുള്ളൂ. ഏറ്റവും കൂടുതൽ നല്ല IFPHന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ MLA ഉമാ തോമസിന്റെ ഡിസീസ് മാറിയ കാര്യം പുറത്തോട്ട് വന്നു. അതിന് ആക്ച്വലി ഡോക്ടർ സാമുവൽ ഹനുമാൻ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ. അത് സ്കിന്നിന്റെ പുറത്തോ അല്ലെങ്കിൽ മ്യൂക്കസ് മെമ്പറിനിലോ തേച്ചാലും അബ്സോർപ്ഷൻ ഉണ്ടാകും. അങ്ങനെ അബ്സോർബ് മെഡിസിൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് ക്യൂർ കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് തന്നെയാണ്. പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്തത് പുറത്തോട്ട് പറഞ്ഞപ്പം നമ്മൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ അത് പറയേണ്ടിയിരുന്നു. അപ്പം നമ്മളത് കറക്റ്റായിട്ട് ഇത്ര ദിവസം ICUയിൽ ഉണ്ടായിരുന്നു, അതിൽ ഇത്രയും ദിവസം അവർ വെയിറ്റ് ചെയ്തു, ഇന്ന ദിവസം സ്കാൻ ചെയ്തപ്പം ഓൾറെഡി അവിടെ ക്ലോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ മെഡിസിൻ കൊടുത്ത് വിത്തിൻ 3 days അഗെയിൻ സ്കാൻ ചെയ്തപ്പോൾ ആ ഒരു ക്ലോട്ട് ഇല്ലാതായി എന്നുള്ള ആ ഒരു ക്ലാരിഫിക്കേഷൻ കറക്റ്റായിട്ട് കൊടുത്തിരുന്നെങ്കിൽ, കാരണം നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കമന്റ്സുകൾ വന്നു, ആ നെഗറ്റീവ് കമന്റിനെ നമുക്ക് മാറ്റി നിർത്തായിരുന്നു കറക്റ്റായിട്ട് അത് പറഞ്ഞിരുന്നു എങ്കിൽ. അല്ലാതെ ജസ്റ്റ് ഉള്ളി കിടന്ന ഒരാൾക്ക് കൊടുത്തു സെക്കൻഡ് ഡേയിൽ, അപ്പൊ അതിനു മുമ്പേ അത് അബ്സോർബ് ചെയ്ത് പോയതാണോ അല്ലയോ ഇതൊന്നും തന്നെ പറയുന്നില്ല. അപ്പൊ അങ്ങനെ വരരുത്. അതുകൊണ്ടാണ് വളരെ ക്ലിയർ ആയിട്ട് ആ വ്യക്തികളെ അത് ധരിപ്പിക്കണം, പൊതുജനത്തിനെ അത് ധരിപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക്, കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് അതും പ്രത്യേകിച്ച് ആ വേർഡ് തന്നെ ചോദിക്കുന്നത് സയന്റിഫിക് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ക്ലാരിറ്റി നമ്മൾ അതനുസരിച്ച് കൊടുത്തില്ലെങ്കിൽ അതിന് വാല്യൂ കിട്ടത്തില്ല. ഇനി നെക്സ്റ്റ് ഒരു കണ്ടീഷനാണ് ആഗ്നെ എന്ന് പറയുന്നത്. പൊതുവെ നമുക്ക് എല്ലാ ഡോക്ടേഴ്സും തന്നെ കിട്ടിയിരിക്കുന്ന ഒരു സ്കിൻ കണ്ടീഷൻ ആയിരിക്കണം ഈ ആഗ്നെ എന്ന് പറയുന്നത്. ഇത് അതായത് നമ്മുടെ സ്കിന്നില് സെബേഷ്യസ് ഗ്ലാൻസും സ്വെറ്റ് ഗ്ലാൻസും ഉണ്ട്. ഇത് രണ്ടും പുറത്തോട്ട് പോകാൻ വേണ്ടി സ്കിന്നിലെല്ലാം പോറുകളുണ്ട്, ചെറിയ 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 സുഷിരങ്ങൾ. ഇവിടെ ഡെഡായിട്ടുള്ള സ്കിന്നും ഡെയിലി നമ്മുടെ ബോഡിയിൽ നിന്ന് ഡെഡ് സ്കിൻ പുറത്തു പോകുന്നുണ്ട്. ഈ ഡെഡായിട്ടുള്ള സ്കിന്നും ഓയിലും അതൊക്കെ കൂടുതലും അൺഹൈജീനിക് ആയിട്ട് നടക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അത് പറ്റുന്നത്. രണ്ടും കൂടെ അവിടെ ഇരിക്കുന്ന ഹെയറും സ്കിന്നിന്റെ പുറത്തെ ഹെയറും കൂടെ അത് ക്ലോഗ്ഡ് ആയിട്ട് പറ്റിപ്പിടിച്ച് ഉള്ള കണ്ടീഷനിൽ വന്നിട്ട് അവിടെ ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതാണ് ഈ ആഗ്നെ എന്ന് പറയുന്നത്. ഇത് പിമ്പിൾസിന്റെ രൂപത്തിലും നോൺ ഇൻഫ്ലമേറ്ററി ആയിട്ട് അത് വെളിയിലോട്ട് വരുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കിൻ എന്ന് പറയുന്നത്, വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് നമുക്ക് ഒരു 30 വയസ്സിന് താഴെയുള്ളവരിലാണ് ഈ കൂടുതലായിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കാണുന്നത്. കാരണം ആ സമയത്ത് ഒരുപാട് ഓയിലിയും തന്നെ, എനിക്ക് തോന്നുന്നത് വർക്ക് പഠിക്കാനൊക്കെ പോകുമ്പോൾ രാവിലെ മുഖം വാഷ് ചെയ്ത് വെച്ചൊക്കെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ സമയം ഒരുപാടായി പോകുമല്ലോ. അങ്ങനൊക്കെ കൂടെ ആ ഓയിലും അഴുക്കും പുറത്തിറങ്ങിയുള്ള സഞ്ചാരത്തിലുള്ള ഇതെല്ലാം കൂടെ പറ്റുന്നതായിരിക്കാം, ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ടല്ലോ. അപ്പം ആ ഒരു വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡ്സും അതിന്റെ കൂടെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പിമ്പിൾസ്, സിസ്റ്റ്, നോഡ്യൂൾസ് ഇതെല്ലാം ഫോം ചെയ്യും. ഇത് കൂടുതലായിട്ട് കാണുന്ന ഫേസ്, ചിന്ന്, നെക്ക്, ഷോൾഡർ, ജസ്റ്റ് ബാക്ക് ഇങ്ങനെയൊക്കെയുള്ള പോർഷനിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇതിന്റെ അകത്ത് ഒരു പ്രശ്നം വരുന്നത് സ്കാറിങ് എന്ന്. കാരണം വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ തന്നെ കുറച്ചൊക്കെ സ്കിന്നിനെ നമ്മൾ ക്ലീൻ ആക്കി തന്നെ വെച്ചാൽ നമുക്കതൊക്കെ വരാതിരിക്കും. ഹോർമോൺ ചേഞ്ചസിലും അത് ഉണ്ടാവാം. കാരണം പിമ്പിൾസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈം നമുക്ക് PCOS ഉള്ളവർക്ക്, അതുപോലെ ഇത് മെനപ്പോസല്, പ്രഗ്നൻസി ടൈം, ഈ സമയത്തൊക്കെ തന്നെ ഹോർമോൺസിന്റെ വേരിയേഷൻസ് ഒരുപാടുണ്ടാകും. അങ്ങനെ നമുക്ക് പിമ്പിൾസ് ഉണ്ടാകാം. അതാണ് ഞാൻ പറയുന്ന ഓരോ കാര്യവും എന്താണ്, ഏത് സ്റ്റേജിലാണ്, ഇതിൽ നിന്നാണ് ഇതുണ്ടായത് എന്ന് നോക്കിയിട്ട് വേണം. ഇപ്പോൾ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നവർക്ക് നമ്മൾ പൾസാറ്റില, സെപ്പിയ ഇങ്ങനെയൊക്കെയുള്ള മെഡിസിൻസ് കൂടെ കൊടുത്താലേ അത് കംപ്ലീറ്റ്ലി നിൽക്കത്തുള്ളൂ. അല്ല സ്കിന്നിന്റെ പുറത്ത് മാത്രമാണ് ബെർബറി സക്യുഫോളിയം കൊടുക്കുക, അത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണലി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആകില്ല. തൽക്കാലത്തേനൊന്ന് നിൽക്കും, വീണ്ടും അത് വരും. അപ്പം ഈ സ്കാറിങ് ഉണ്ടാകും. അത് അവർക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി കാണുന്ന, കാരണം പ്രത്യേകിച്ച് ബ്യൂട്ടി കോൺഷ്യസ് ഉള്ള ആൾക്കാർക്കാകുമ്പോഴത്തേന് ഈ സ്കാറിങ് ഉള്ള പാടുകൾ, അതുപോലെ പിമ്പിൾസ് ഒക്കെ ഉണ്ടായി അത് പൊട്ടി നമ്മൾ ചിലപ്പം പ്രസ് ചെയ്ത് തന്നെ അത് വെളിയിലോട്ട് അതിനെ പൊട്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ കുഴിവുണ്ടാകാം. ഇതൊക്കെ ഒരു പെർമനന്റ് മാർക്കിംഗ് ആയിട്ട് ഫേസിൽ കിടക്കുകയും ചെയ്യും.
ഡിസ്കളറേഷനും പലപ്പോഴും ഉണ്ടാകും. അപ്പോൾ അത് വരാതെ ഏർലി ടൈമിൽ തന്നെ അത് ട്രീറ്റ് ചെയ്ത് ഭേദപ്പെടുത്തുക. അതേ ഉള്ളൂ ഈ ഒരു ആഗ്നെ എന്ന് പറയുന്ന കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇതില് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ആ നെഗറ്റീവ് വരുന്നത് സ്കാറിങ് ആണ്. അത് നമ്മൾ ചെയ്തിരിക്കണം. കാരണം എത്ര ഏജ്ഡ് ആയാലും നമുക്കത് മുഖത്തുനിന്നും പോകത്തില്ല. അതുപോലെ തന്നെ പിഗ്മെന്റേഷനും ഇത് കൂടുതൽ ബാക്ടീരിയൽ ഗ്രോത്ത് അതിലുണ്ടാകുമ്പോഴാണ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡുമായിട്ട് അതങ്ങ് നിൽക്കത്തേ ഉള്ളൂ. ഹോർമോണൽ ചേഞ്ചസിൽ അതുണ്ടാവാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ കണ്ടീഷനിൽ അതർ ഫാക്ടേഴ്സ് ജനറ്റിക്സ് ആയിട്ട്, കാരണം നമുക്കറിയാം അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒക്കെ പിമ്പിൾസ് ഉണ്ടാകുന്ന ഒരു നേച്ചർ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും അത് വരാവുന്നതേ ഉള്ളൂ. ഇതിനും സ്ട്രെസ് ഒരു മാറ്ററാണ്. അതുപോലെ പൂർ സ്ലീപ്പ്, നന്നായിട്ട് സ്ലീപ്പ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് നാച്ചുറൽ ഹീലിംഗ് തരുന്ന ഒരു സംഭവമാണ്. സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉറക്കത്തിന്റെ അവേഴ്സ് കുറഞ്ഞാൽ, ഇന്നുള്ളവര് പഠിക്കാനുള്ള സമയത്തിരുന്ന് കുറച്ച് ഉറക്കളച്ച് പഠിച്ചു ഓക്കെയാണ്. പക്ഷെ സോഷ്യൽ മീഡിയ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവര് ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ ഇതെല്ലാം അവരിങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണ്. അതൊന്ന് തുടങ്ങിയാൽ പ്രത്യേകിച്ച് തന്നെയല്ല, നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇൻ ബിറ്റ്വീൻ ഉറക്കത്തിന്റെ ഇടയ്ക്കാണെങ്കിലും നമ്മളൊന്ന് എഴുന്നേറ്റും മൊബൈൽ എടുത്തൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉറക്കം നമുക്ക് അങ്ങ് പോകും. അതിന്റെ ആ ബ്ലൂ ലൈറ്റ് തന്നെ ആ ബ്രെയിനിലോട്ട്, കണ്ണിനകത്തോട്ട്, കണ്ണ് ത്രൂ ബ്രെയിനിലോട്ട് എത്തുമ്പോഴത്തേന് ആ ഉറക്കം പിന്നെ നമുക്ക് 2-3 അവേഴ്സ് കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് അവോയ്ഡ് ചെയ്ത് അറ്റ്ലീസ്റ്റ് നല്ല സ്ലീപ്പിന് വേണ്ടിയെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. സർട്ടൻ മെഡിക്കേഷനിൽ കൂടെ ഇതുണ്ടാകാം. അതുപോലെ തന്നെ ഹൈ ഗ്ലൈസിമിക് ഫുഡ് നമ്മൾ പറയാലോ, ഓയിലി ജങ്ക് ഫുഡ്, ഇതൊക്കെ തന്നെ അതിന്റെ ഒരു നിയന്ത്രണവും കൂടെ ചെയ്താൽ എല്ലാ തരത്തിലും ഏത് തരത്തിലുള്ള ഹെൽത്തിനും നമുക്കത് പ്രയോജനപ്രദമാകും. അതുപോലെ തന്നെ സ്കിൻ എപ്പോഴും തന്നെ ഹൈജീനിക്കലി കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കുക. അത് ഓയിലായിട്ടുള്ള ഒരുപാട് കോസ്മെറ്റിക്സിന്റെ ഉപയോഗം തന്നെ കുറച്ചാൽ സ്കിന്ന് നാച്ചുറലി അത് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അല്ലെങ്കിൽ നാച്ചുറലി ഉള്ള കാര്യങ്ങൾ നമുക്കുണ്ടല്ലോ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പല ഓയിലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്താലും പിന്നെ നമുക്ക് ഒരുപാട് മെഡിസിനൽ ക്രീംസ് ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പറയും, കലണ്ടുല നല്ലൊരു കാര്യമാണ്. അതുപോലെ ബെർബറി സക്കിഫോളിയ നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ളത് അപ്ലൈ ചെയ്താൽ കുഴപ്പമില്ല. ഇതിന്റെ വരുന്നത് പ്രിവെൻഷനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏർലി ട്രീറ്റ്മെന്റ്. കാരണം ആ സ്കാറിങ് ഒഴിവാക്കുക, ഡിസ്കളറേഷൻ ഒഴിവാക്കുക. പിഗ്മെന്റേഷൻ ഉണ്ടാകും, അതും ഫേസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ ഫേസിൽ അതുണ്ടാകുന്നത് നമ്മളെ സൈക്കോളജിക്കലി ബാധിക്കും. അതുകൊണ്ട് ഏർലി ട്രീറ്റ്മെന്റ് എടുത്ത് അത് ക്ലിയർ ആക്കുക തന്നെ വേണം. പിന്നെ ലൈഫ് മാനേജ്മെന്റിനകത്താണ് സ്ട്രെസ്, എല്ലാത്തിനകത്തും ഉണ്ട് സ്ട്രെസ് മാനേജിങ്. ഇതുപോലെ ഫുഡ് അവോയ്ഡ്, കോസ്മെറ്റിക്സ് വളരെ ലെസ്സായിട്ട് യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് ഈ ആക്നെ എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് ട്രീറ്റ്മെന്റ് വരുമ്പോഴത്തേന് ജസ്റ്റ് ബോയിൽസ് തുടങ്ങിയിട്ടേ ഉള്ളൂ പിമ്പിൾസിന്റെ എങ്കിൽ നമുക്ക് ബെലഡോണ യൂസ് ചെയ്യാം. ഹെപ്പാർസൾഫിന്റെ കേസ് വരുമ്പോൾ ആ ബോയിൽസിലൊക്കെ ചെറുതായിട്ട് പസ് ഫോർമേഷൻ കൂടെ വന്നു തുടങ്ങും. അതും ഹെപ്പാർസൾഫും പെട്ടെന്ന് ക്യൂർ ചെയ്ത് തരുന്ന ഒരു കാര്യമാണ്. കാൽക്കേരിയ സൾഫ്, ഞാൻ 2-3 കേസിലും കാൽക്കേരിയ സൾഫ് പറഞ്ഞു. ഇത് എല്ലാത്തരം സ്കിൻ ഡിസീസിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 3X നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കാലിബ്രോമേറ്റം എന്ന് പറയുന്ന മെഡിസിന്, അതിന് ബ്ലൂയിഷ് റെഡ് പസ്റ്റ്യൂൾസ് തന്നെയാണ്. നമുക്ക് കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് അത് കാണാം, ബ്ലൂയിഷ് റെഡ് ആയിട്ടിരിക്കുന്ന പിമ്പിൾസ് തന്നെ ആയിരിക്കും ഈ കാലിബ്രോമേറ്റത്തിന് ഉണ്ടാകുന്നത്. അത് സ്ട്രെസ് റിലേറ്റഡ് ആഗ്നേ ആയിരിക്കും. ഇങ്ങനെയുള്ളവരോട് അവരുടെ മെന്റൽ കണ്ടീഷൻ ചോദിച്ചാൽ അവർക്ക് വളരെ സ്ട്രെസ്സിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ടീനേജ്, അതുപോലെ ഹോർമോൺ ചേഞ്ചസ് ഉള്ള സമയത്തുണ്ടാകുന്ന ആഗ്നയാണെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു, പൾസാറ്റില സൾഫർ അതിന് കൊടുക്കാം, സെപ്പിയ കൊടുക്കാം, നേട്രമൂർ കൊടുക്കാം. ഇതെല്ലാം അവരുടെ ആ സിംറ്റംസ് അനുസരിച്ച് അവരുടെ ഈ ഒരു ഹോർമോണൽ ചേഞ്ചസിന്റെ സമയത്ത് അവരുടെ പീരീഡ്സ് കറക്റ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. അതനുസരിച്ച് നമുക്ക് മെഡിസിൻ ചേഞ്ച് ചെയ്ത് വേണം. ചിലപ്പം സ്കിന്നിന്റെ വളരെ കംപ്ലൈൻറ്റ്സ് കുറവായിരിക്കും, പക്ഷെ എന്നാലും ഇവരുടെ മറ്റുള്ള സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് അനുസരിച്ച് ആ മെഡിസിൻ കറക്റ്റ് ആയിട്ട് വരികയും ഇവർക്ക് പെട്ടെന്ന് തന്നെ ക്യൂർ കിട്ടുകയും ചെയ്യും. ഞാൻ നേരത്തെ ബെർബറീസിന്റെയും കലണ്ടുലയുടെയും കാര്യം പറഞ്ഞിരുന്നല്ലോ. ഇത് രണ്ടും നല്ലതാണ്. ഒരു ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ രണ്ടും പറ്റുന്ന മെഡിസിനാണ്. അതുകൊണ്ട് മുറിവുകൾ ഉണ്ടായാലും ഇതുപോലുള്ള സ്കിന്നിന്റെ ഡിസ്കളറേഷൻ ഉണ്ടായാലും സ്കിൻ സ്മൂത്ത് ആകാനും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 2 മെഡിസിനാണ് ഇത് രണ്ടും. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ബെർബറീസ് ഇന്റേണലിയും വേണേൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ എല്ലാ സിംറ്റംസും എല്ലാ സിസ്റ്റവും എടുക്കണമെന്ന് ഞാൻ പറയാൻ കാരണം, ചില ഡൈജസ്റ്റീവ് പ്രോബ്ലത്തിനകത്ത് ഇതുപോലുള്ള ആഗ്നേ ഉണ്ടാകും. ആ സമയം നക്സോമിക്ക വളരെയധികം ഹെൽപ്ഫുൾ ആണ്. എന്നാൽ നക്സ് നമ്മൾ സാധാരണ സ്കിന്നിന് നോക്കി കൊടുക്കാവുന്നതല്ല.
അതുകൊണ്ടാണ് മറ്റുള്ള കംപ്ലൈൻസ് മുഴുവൻ എടുക്കണം എന്ന് പറഞ്ഞത്. അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ അവരുടെ ബവൽസ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആക്നെ ഫോം ചെയ്യും. അതിന് ആക്സോമിക്ക നല്ല മരുന്നാണ്. അതുപോലെ തന്നെ തൂജ, ഓയിലി സ്കിൻ ആയിരിക്കും. തൂജയ്ക്ക് ഈ ഫോർഹെഡിൽ നമുക്കറിയാം കൂടുതലും ഈ കംപ്ലൈൻസ് ഈ ഹെയർ ലൈനിൽ തന്നെ ഉണ്ടാകും. ഡൾ ക്യാമറയ്ക്ക് അതുണ്ട്, ടെലൂറിയത്തിനുണ്ട്. അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള പോർഷൻസിലൂടെ ഇത് കൂടുതലായിട്ട് കാണുവാണെങ്കിൽ തൂജ എന്ന് പറയുന്ന മെഡിസിൻ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ വന്നത് സ്കിൻ ക്യാൻസർ ആണ്. ആ സ്കിൻ ക്യാൻസറിലെ അറിയാം, ക്യാൻസർ കണ്ടീഷന് സ്ക്വാമസ് സെൽ കാർസിനോമ ഉണ്ട്, ബേസൽ സെൽ കാർസിനോമ ഉണ്ട്, മെലനോമ ഉണ്ട്. മെലനോമയാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള സ്കിൻ കണ്ടീഷൻ. അതിൻ്റെ അകത്ത് പുറത്തോട്ട് കാണുന്ന സിംറ്റംസ് ബംസ് ഉണ്ടാകുക, അത് സ്പ്രെഡ് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ കാരണം ചിലപ്പോൾ ബൈ ബർത്തിൽ തന്നെ നമുക്ക് മോൾസ് ഫോം ചെയ്യും. അതിന് ചിലപ്പം ചില റെഡ് ആയിരിക്കാം, ചിലപ്പം ബ്ലാക്ക് ആയിരിക്കാം, ബ്രൗൺ ആയിരിക്കാം, ഒക്കെ ആണെങ്കിലും അത് അതേ സൈസിൽ തന്നെ അവിടെ നിൽക്കും. അതിന് ഒരു എക്സ്ട്രാ ഒരു ഗ്രോത്ത് ഉണ്ടാകുമോ കളർ ചേഞ്ച് ഉണ്ടാകുമോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ സ്കിൻ ക്യാൻസർ കണ്ടീഷനിൽ ഇങ്ങനെയുള്ള മോൾസും പിമ്പിൾസും അല്ലെ ബംസും ഉണ്ടാകുന്നതിന് കളർ ചേഞ്ച് ഉണ്ടാകുക, അതിന് ഇറഗുലർ ആയിട്ടുള്ള ബോർഡേഴ്സ് ഉണ്ടാകുക, അത് സ്പ്രെഡ് ചെയ്യുക, ബ്ലീഡിങ് ഉണ്ടാകുക. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ സ്കിൻ ക്യാൻസർ ആണോ ഇത്, അപ്പോഴാണ് ബയോപ്സിക്ക് ഓടുന്നതും ഇത് ക്യാൻസർ ആണോ എന്നുള്ള ടെസ്റ്റിങ്ങിലേക്ക് പോകുന്നതോ നമ്മൾ കൺഫർമേഷൻ എടുക്കുന്നതോ ഒക്കെ ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. അത് ഈ ബേസൽ സെൽ കാർസിനോമ എന്ന് പറയുന്നത് ജസ്റ്റ് ലോവർ പോർഷനിലുള്ള എപ്പിഡെർമിസിന്റെ തൊട്ട് താഴെയാണ് അത് ഫോം ചെയ്യുന്നത്. എന്നാൽ സ്ക്വാമസ് എന്ന് അല്ല, കുറച്ച് അടിയിലോട്ടുള്ള ലേയേഴ്സിലാണ് ഫോം ചെയ്യുന്നത്. എന്നാൽ സ്ക്വാമസ് എന്ന് പറയുന്നത് ജസ്റ്റ് അണ്ടർനീത്ത് സ്കിന്ന് ഏറ്റവും ഔട്ടർ ലെയറിന്റെ തൊട്ട് അടിയിലായിട്ടുണ്ടാകുന്നതാണ്. പക്ഷേ ഇത് രണ്ടിനേക്കാളും ഡേഞ്ചറസ് ആണ് മെലനോമ, കാരണം സ്പ്രെഡിങ് റേറ്റ് വളരെ കൂടുതലാണ്. മെലനോമ എന്ന് പറയുന്നത് സത്യത്തിൽ മെലാനിൻ നമ്മളെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. മെലാനോസൈറ്റ്സിൽ നിന്ന് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് UV റേസിൽ നിന്നാണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ കളറ് അതേ രീതിയിൽ ഏത് സ്കിൻ കളറാണോ അതിലേക്ക് തന്നെ നിലനിർത്തുന്നതിനും സോഫ്റ്റ്നെസ് നിലനിർത്തുന്നതും പ്രൊട്ടക്ഷൻ തരുന്നതും എല്ലാം തന്നെ ഈ മെലാനിൻ എന്ന് പറയുന്ന ഈ കണ്ടന്റ് ആണ്. ഇത് സ്കിൻ ക്യാൻസർ മോസ്റ്റ്ലി ഉണ്ടാകാൻ നമ്മളെ ദ്രോഹിക്കുന്ന ഒരു സംഭവം UV റേസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏത് സ്കിൻ കണ്ടീഷൻ ആണെങ്കിലും ഹീറ്റിൽ, അതായത് സൺറൈസിലേക്ക് പോകുന്ന അവസരത്തിൽ നമ്മൾ എന്തൊക്കെയാണോ പ്രിക്കോഷൻ അന്നേരം എടുക്കേണ്ടത് അതൊക്കെ എടുക്കുന്നത് ഏത് തരമുള്ള സ്കിൻ ഡിസീസിനും വളരെയധികം നമുക്ക് പ്രയോജനകരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് എസിമെട്രിക്കൽ ആയിരിക്കും. ഇതൊക്കെ കണ്ടാണ് നമ്മൾ സംശയിക്കേണ്ടത്. കാരണം പലരും ഇത് ചോദിക്കും, ഇത് ജനിച്ചപ്പോഴേ ഉള്ളതാ ഡോക്ടറെ, ഇതിന് വല്ല കുഴപ്പമുള്ളതാണോ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ടത് ഇത് അന്നുണ്ടായ ഒരു അവസ്ഥയിൽ തന്നെയാണോ നിൽക്കുന്നത്, കളർ ഇത് തന്നെ ആയിരുന്നു, മറ്റുള്ള കണ്ടീഷൻ ഒന്നും തന്നെ, അതായത് അതിന്റെ മിക്കവാറും റൗണ്ടായിട്ട് തന്നെ ആയിരിക്കാം ഈ മോൾസ് ഒക്കെ ഉണ്ടാകുന്നത്, ഏതാ ഹാംലെസ് ആയിട്ടുള്ളത്, ഇറഗുലർ ആയിട്ട് അതിന്റെ എഡ്ജസ് പോയിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് തന്നെ പറയാവുന്നതേ ഉള്ളൂ. ഇത് കുഴപ്പമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫർദർ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറയുകയും ചെയ്യാം. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മെഡിസിനാണ് ഫൈറ്റ്ലൊക്ക ടിഞ്ചർ. എസ്പെഷ്യലി ഈ ഒരു മെലനോമ വരുന്ന കണ്ടീഷനിൽ കാൽക്കേരിയ കാർബും ഫൈറ്റ്ലൊക്കയുടെ ടിഞ്ചർ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല വ്യത്യാസം ഈ ഒരു ക്യാൻസർ കണ്ടീഷനിൽ നല്ല ചേഞ്ച് നമുക്ക് കിട്ടുന്ന 2 മെഡിസിൻസ് ആണ് ഇത്. അതുകൂടാതെ തന്നെ ഒരുപാട് മെഡിസിൻ ഉണ്ട്, നമ്മൾ സിംറ്റമാറ്റിക്കലി എടുക്കുകയുള്ളൂ നിവർത്തി. സൾഫറോസെപ്പിയായോ കാർഷിനോസിൻ, പിന്നെ എല്ലാ ക്യാൻസർ കണ്ടീഷനിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ്. നേട്രമോർ, ബെൽഡോണ, ആർണിക്ക, ഇതെല്ലാം ഉണ്ട്. എല്ലാത്തിൻ്റെയും CM പൊട്ടൻസി കൊടുത്താലേ, കാരണം എന്ന് വെച്ചാൽ മാലിഗ്നന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ, നിൽക്കത്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് അക്യൂട്ട് അപ്പോൾ ഉള്ള കണ്ടീഷൻ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കി അതിൻ്റെയും കൂടെ മെഡിസിൻ സപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ക്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ തന്നെയാണ്. ഇന്റേണൽ ലെയറിൽ പോയി മെറ്റാസ്റ്റാസിസ് ഉണ്ടായില്ല എങ്കിൽ ഏത് കണ്ടീഷനിലും നമുക്കത് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്ത് കൊടുക്കാവുന്ന ഒരു അവസ്ഥയാണ് സ്കിൻ ക്യാൻസർ എന്ന് പറയുന്നത്. അതിൻ്റെ മെഡിസിൻസ് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റത്തില്ല, കാരണം എന്താണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കറക്റ്റ് കണ്ടുപിടിച്ച് കൊടുക്കാതെ അത് നിൽക്കുന്നതല്ല. നെക്സ്റ്റ് നമ്മൾ വന്നത് അലർജിക്ക്
കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആണ്. 10 ഈ മിനിറ്റ് അല 10 മിനിറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ശരി. എന്തോ ചെയ്യണം ഡോക്ടറെ, ഞാൻ നെക്സ്റ്റ് സെഷനിലേക്ക് ബാക്കി പോകണോ അതോ കണ്ടിന്യൂ ചെയ്താലും തീരത്തില്ല. ഞാൻ തീരത്തില്ല. ഒരു അത് സെഷനിൽ നീ മനസ്സിലായി. നിർത്താമെന്ന് അല്ലെ, നീ ഒരു എന്തെങ്കിലും സെഷനിൽ നിർത്താമെന്ന് വിചാരിച്ചിരുന്നാ നടക്കത്തില്ല. നടക്കത്തില്ല. അപ്പൊ അലർജി ആകുമ്പോ കുറച്ച് കൂടുതൽ വരും. കൂടുതലുണ്ട് അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ. അപ്പോ ഡോക്ടർ ഇന്ന് സ്കിൻ കംപ്ലൈന്റിനെ കുറിച്ച് ആണ് നമുക്ക് ക്ലാസ് എടുത്തത്. വളരെ നല്ല അനുഭവങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത്. എങ്ങനെയൊക്കെ അതിനെ മാനേജ് ചെയ്യാന്നുള്ളത് കൃത്യമായിട്ട് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണയായി പെട്ടെന്ന് നമ്മളെ ക്ലിനിക്കിലൊക്കെ വരുന്ന ഏതൊക്കെ സ്കിൻ കംപ്ലൈന്റുകളാണ്, അതിനെക്കുറിച്ച് കുറച്ച് ധാരണകളും എല്ലാവർക്കും ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡോക്ടർ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ സംശയങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടുന്നതാണ്. അപ്പോഴേക്കും ഞാനൊരു ക്ലാരിറ്റി പ്രീത ഡോക്ടർ പറഞ്ഞതിൽ നമ്മളെ ഉമാ തോമസിന്റെ കാര്യം പറഞ്ഞില്ലേ? ഉമാ തോമസ് ബഹുമാനിയ MLA എന്നെ വ്യക്തമായിട്ട് അതില് അവിടെ പ്രസംഗിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നു എന്താണ് സംഭവിച്ചതെന്നും. ആണെന്ന് വെച്ചാൽ 15 അടി താഴ്ചയിലാണ് വീണത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് വീഴുന്നതും അറിയാതെ ചെന്ന് വീഴുന്നതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. പിന്നെ അവിടുന്ന് സ്ട്രെച്ചറൊന്നും കിട്ടിയില്ല, വ്യക്തികളാണ് എടുത്തോണ്ട് പോയത്, പല ആൾക്കാരും കൂടി ചേർന്ന്. അപ്പൊ ആ ഒരു അൺസയന്റിഫിക് ആയിട്ടുള്ള ആ ഒരു കൊണ്ടുപോക്കലിൽ തന്നെ ഉണ്ടായതാണ് ഈ റിബ് ശ്വാസകോശത്തിലോട്ട് തുളച്ചു കയറിയത്, പൊട്ടിയ റിബ്. അപ്പൊ ചെന്ന് അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ക്ലോട്ട്, ഈ ശ്വാസകോശത്തിനകത്ത് 2 ക്ലോട്ട് കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിന് സർജറി വേണ്ടി വരും എന്ന് ഡോക്ടർ പറഞ്ഞു. 2 ദിവസം നോക്കാം, നോക്കിയിട്ട് ആ ക്ലോട്ട് അലിഞ്ഞു പോയില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആ അവസ്ഥയിലാണ് ഈ വീട്ടിലെ ഇവർക്ക് 2 പേർക്കും ആ വീടുമായിട്ട് അല്ലെങ്കിലും ബന്ധമുള്ളവരാണ്, ഷാജി ഡോക്ടറും സലീം കുമാർ ഡോക്ടറും. അപ്പോൾ അവര് മെഡിസിൻ തീർത്തോ എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും MLAയുടെ മകൻ തന്നെ പ്രത്യേക MLA പറഞ്ഞിട്ടുണ്ട്, ചെവിയുടെ ബാക്കിലും കയ്യിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചെവിയുടെ ബാക്കിലും കൈവെള്ളയിലും തേച്ചിരുന്നു എന്ന് മകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പിന്നെ ഒരു ക്ലാരിറ്റിയുടെ കാര്യം. അത് കറക്റ്റാണ്, അങ്ങനെ തേച്ചു, അതിന്റെ പ്രയോജനം തീർച്ചയായിട്ടും 100% കിട്ടുകയും ചെയ്തു. പക്ഷെ ആ കറക്റ്റ് ഡേറ്റും ഇത്ര ദിവസം കൊടുത്തു, ഇത്ര ഫസ്റ്റ് സ്കാൻ ചെയ്തപ്പോ കണ്ടുപിടിച്ചു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇവർ ഓപ്പറേഷൻ വേണമെന്ന് നോക്കാൻ വേണ്ടി 2 ദിവസം കഴിഞ്ഞപ്പോ ഉടനെ സ്കാൻ ചെയ്തു. അപ്പൊ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേ അതും പറഞ്ഞു, MLA തന്നെ പറയുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ഈ 2 ക്ലോട്ടും കാണാനില്ല. ഡോക്ടർ തീർച്ചയായിട്ടും അങ്ങനെ ആ ടൈം പറഞ്ഞ് ഞാനത് ക്ലിയർ ആയിട്ട് കേട്ടില്ല, കൃത്യമായിട്ട് പറഞ്ഞത്. അങ്ങനെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ക്ലോട്ട് കാണാനില്ല, ഇതെന്തൊരു അത്ഭുതം എന്ന് ഡോക്ടർ പറഞ്ഞെന്നും പറഞ്ഞു. ആ ഡോക്ടർ വായിന്ന് തന്നെ പറഞ്ഞു, ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ പറഞ്ഞു, ഇതെന്തൊരു അത്ഭുതം എന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഹോമിയോപ്പതിക്ക് കൊടുക്കണം എന്നും MLA വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പിന്നെ ഒരു ക്ലാരിറ്റിയുടെ കുറവേ ഇല്ല. പിന്നെ ഈ നെഗറ്റീവ് കമന്റ്സ് ഇനിയിപ്പോ എന്താണെന്ന് പറഞ്ഞാലും വന്നുകൊണ്ടിരിക്കും. അത് അത്ര നെഗറ്റീവ് കമന്റ്സ് ഇതിന് വന്നുമില്ല, കാരണം സ്പഷ്ടമായിട്ട് MLA പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഹോമിയോപ്പതിക്ക് തന്നെ ഒരു, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഹോമിയോപ്പതി അത് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഒരു പോയിന്റ് പോലും നമുക്ക് നെഗറ്റീവ് വരരുത്. അതുകൊണ്ടാണ് ഞാൻ അത് അത്രയും സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. അപ്പൊ പറയുമ്പോ ക്ലാരിറ്റി കറക്റ്റ് നമ്മൾ കൊടുത്താൽ നമുക്ക് അത്രയും നമുക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും. അതാണ് ഞാനതൊന്ന് പറഞ്ഞത്. അതിലുണ്ടായിരുന്നു ഡോക്ടറെ, കൃത്യമായി. അപ്പൊ ഇനി സമയം തീരാറാവുമ്പോ ഹാൻഡ് റൈസ് ചെയ്യാതെ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്താൽ ഡോക്ടറോട് എന്തെങ്കിലും സംശയങ്ങളോ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ പറയാം. നമുക്ക് ഡിസ്കഷന്റെ സമയമാണ്.
ഞാനതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? ആക്നിയുടെ സ്കാറിങ് മാറാൻ എന്തെങ്കിലും ഡോക്ടർ ചെയ്യുന്നുണ്ട്, എടുക്കുന്ന മരുന്ന്? സ്കാറിങ് മാറാൻ ആക്നിയുടെ ഉള്ളിലോട്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ബെൽറോണ മുതൽ ഇങ്ങോട്ടുള്ള ഹെപ്പാർ സൾഫ്, കാൽക്കേരിയ സൾഫ് ഇതെല്ലാം കൊടുക്കാം. എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് കലൻഡുലായും കൊടുക്കാം. ബെർബറി സക്കിഫോളിയത്തിന്റെ ജെല്ലോ അല്ലെങ്കിൽ അതിന്റെ ക്രീമോ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ മദർ ടിഞ്ചർ അപ്ലൈ ചെയ്താൽ ആ ഒരു സ്കാറിങ്, ആ ഒരു എസ്പെഷ്യലി ഈ കലൻഡുലയുടെ കാര്യം പറയാന്, ചില സർജൻസ് പോലും അവര് സ്യൂച്ചറിങ് ചെയ്യുന്ന അവസരത്തിൽ കലൻഡുല ടിഞ്ചർ ചെറുതായിട്ട് അവിടെ തേച്ച് കൊടുത്തിട്ട് അവർ സ്യൂച്ചർ ചെയ്യാറുണ്ട്. കാരണം അതിന്റെ പാട് പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ചെയ്യുന്നവർ പോലും ഉണ്ട്. അപ്പൊ ഈ രണ്ട് മെഡിസിനും ആ സ്കാറിങ് പോകാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് മെഡിസിൻസ് ആണ്. അതിന്റെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ തന്നെ, കലൻഡുല എക്സ്റ്റേണൽ ആണല്ലോ കൊടുക്കുന്നത്, ബെർബറീസിന് ഇന്റേണലി എക്സ്റ്റേണലിയും കൂടെ കൊടുക്കാം. സ്കാറിങ് വളരെ പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും. ടിഞ്ചർ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവോ? ഈ ടിഞ്ചർ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഏതാ, ബെർബറീസിന്റെ ആണോ ചോദിച്ചത് അതോ കലൻഡുലയോ? രണ്ടും. രണ്ടും അങ്ങനെ ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ എളുപ്പത്തിന് വേണ്ടി നമുക്ക് പേറ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് വാങ്ങിച്ച് എല്ലാവർക്കും കുറച്ചുകൂടെ ഈസി ആണല്ലോ ട്യൂബിനകത്തൂടെ എടുത്ത് യൂസ് ചെയ്യാൻ. അങ്ങനെ ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നുണ്ട്, മുഖം ക്ലിയർ ആകാനും. ട്യൂബിനകത്ത് കിട്ടുന്നത് എങ്ങനെ, ഓയിൻമെന്റ് ആണോ അത്? ജെല്ലുണ്ട്, ജെല്ലും ഉണ്ട്, ഓയിൻമെന്റും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നുള്ള രണ്ട് ബെർബറീസ് ജെല്ലെന്നും പറഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇന്റേണലി കഴിക്കാനുള്ള ഡ്രോപ്സും ഉണ്ട്, എക്സ്റ്റേണലി നമുക്ക് യൂസ് ചെയ്യാൻ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടും, ഒരു പാക്കറ്റിനകത്താക്കിയാ കൊടുക്കുന്നത് ഇപ്പൊ. ഓക്കെ മറിയമ്മ ഡോക്ടർ, ഇനി നമുക്ക് സമയം വളരെ കുറവാണ്. ഇനി ആർക്കെങ്കിലും ഒരാൾ കൂടെ, ഒന്നോ രണ്ടോ പേർക്ക് സംശയം ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാം. ഡോക്ടറുടെ അനുഭവത്തിൽ ഈ സ്കിൻ കംപ്ലൈന്റ് ചികിത്സിച്ച് നമുക്ക് കൂടുതലും പരാജയപ്പെടുന്ന കേസുകൾ കുറവായിരിക്കും അല്ലേ? എല്ലാം നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു കാര്യം വരുമ്പോഴത്തേന് എസ്പെഷ്യലി സ്കിന്ന്, മുടി, അതുപോലെ നെയിൽസ്, ഇതിന്റെയൊക്കെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും കുറഞ്ഞ ഭാഗമായതുകൊണ്ട് നമുക്ക് അത് ഇച്ചിരി ലേറ്റ് ആകും. ഇനി ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെങ്കിലും ലേറ്റ് ആകും. അതിനാണ് പറഞ്ഞത് അവയർനെസ് അവർക്ക് ശരിക്ക് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് പോകുന്നത്, അതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും. അപ്പൊ ആ കംപ്ലൈൻസ് ആദ്യം തന്നെ കുറഞ്ഞു കിട്ടിയാൽ അവരത് കണ്ടിന്യൂ ചെയ്യും. അതായത് ഇച്ചിങ്, എക്സ്ഫോളിയേഷൻ ഓഫ് സ്കിന്ന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം കുറയുമ്പോൾ തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആണ്, ഇത് കുറഞ്ഞു വന്നോളും എന്നുള്ളത്. അത് ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം. നമ്മൾ അവയർനെസ് കൊടുക്കാഴിയെ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കേസസ് മിസ്സായി പോകും. ഒരു ഉദാഹരണം, ഒരു പ്രാവശ്യം എനിക്ക് എന്റെ പ്രാക്ടീസ് തുടങ്ങിയ കാലത്തായിരുന്നു, ഒരു 2 വർഷം ഏതാണ്ടേ കഷ്ടിച്ചാകുന്നുള്ളൂ, ഒരു 2 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോഴത്തേന് അവന് എക്സിമ ആണ്, ദേഹത്ത് മുഴുവനുണ്ട്. അതൊരു 2-3 മാസമേ ആയിട്ടുള്ളൂ ആ എക്സിമ തുടങ്ങിയിട്ട്. അപ്പൊ ഈ സ്കിന്നിന്റെ പുറത്തെ ഇത് കണ്ട് മാത്രം ഞാൻ ഈ സ്കിൻ എങ്ങനെയായിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് മാത്രം നോക്കി അതിന്റെ ട്രീറ്റ്മെന്റിനുള്ള എന്തോ ടിഞ്ചറോ ടെല്യൂറിയോ ആണോ എന്തോ ഞാൻ ഓർക്കുന്നില്ല, ഇപ്പം വർഷങ്ങൾക്ക് മുമ്പാണ് കൊടുത്തിട്ട് ഇവന് ഒരു 2-2.5 ആഴ്ചയായിട്ട് ഒരു തരത്തിലുള്ള ഇച്ചിങ്ങും, കുട്ടി കിടന്ന് ഭയങ്കര കരച്ചിൽ, കൊച്ചു കുഞ്ഞല്ലേ അവൻ, കരച്ചിലാണ്, എസ്പെഷ്യലി രാത്രി സമയത്ത്. അപ്പൊ ഇവര് എടുത്തോണ്ട് ഒരു ദിവസം മൂന്നാമത്തെ റിവ്യൂവിന്റെ ടൈമിലാണ് വന്നപ്പോഴത്തേന് ആ റൂമിൽ ഇരുന്ന് തന്നെ ഇവന് പാമ്പർ ഓൾറെഡി കെട്ടിയിട്ടുണ്ട് അവർ, അതുകൊണ്ട് പുറത്തേക്ക് പോയാലും യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മെല്ല്, ഇരിക്കാൻ വയ്യാത്ത രീതിയിലുള്ള, അതായത് പസ്സിന്റെ തന്നെ സ്മെല്ല്. ഞാൻ അപ്പം തന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് എഴുതി കൊടുത്തു, കൾച്ചറും റൊട്ടീനും രണ്ടും ചെയ്യാൻ പറഞ്ഞപ്പം അതിൻ്റെ അകത്ത് യൂറിനറി ഇൻഫെക്ഷന്റെ അങ്ങേയറ്റം ബ്ലഡ് സെൽസ് ആണെങ്കിലും പസ് സെൽസ് ആണെങ്കിലും ബാക്ടീരിയൽ കൾച്ചർ ചെയ്തതിനകത്തും ഇതെല്ലാം തന്നെയുണ്ട്. അപ്പൊ അവൻ ആ ഒരു ഈവൻ അത് വെച്ചോണ്ടിരുന്നിരുന്നെങ്കിൽ അവന്റെ കിഡ്നിയെ കൂടെ അത് ബാധിച്ചേനെ. ആ യൂറിനറി ഇൻഫെക്ഷന്റെ പീക്കിലാണ് ഈ കൊച്ചിന് ഈ സ്കിന്നിന്റെ പുറത്തേക്ക് ഈ കംപ്ലൈന്റ് വന്നത്. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, ഇന്റേണലി ഉള്ള പല ഡിസീസ് കൊണ്ടും നമുക്ക് എക്സ്റ്റേണലി ഈ ഒരു സ്കിന്നിന്റെ പുറത്തോട്ട് ഈ സിംറ്റംസ് കാണിക്കുന്നതാണ്. അവസാനം അവൻ ആ ഒരു മെഡിസിൻ, ആ കംപ്ലൈന്റിന്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവന്റെ എക്സിമ പെട്ടെന്ന് തന്നെ കുറഞ്ഞു. അപ്പം നമ്മള്
അതാണ് വളരെ കെയർഫുൾ ആയിട്ട് ഇതും അതും അവയർനെസ്സും എല്ലാ സിസ്റ്റവും എടുത്ത് നോക്കി ചെയ്താലേ സ്കിന്ന് നമുക്ക് പെട്ടെന്ന് കുറവാകാതെ പേഷ്യൻസ് നിൽക്കത്തുമില്ല. അവർ വിട്ടിച്ച് പോയി കളയും. കാരണം ഭയങ്കര ഇറിറ്റേഷൻ ആയി ചൊറിച്ചിലെന്ന് പറയുന്ന ഒരു കാര്യം അവര് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് എടുക്കണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത്. ചെയ്തേക്കണം. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോ അങ്ങനെയൊക്കെ എല്ലാവരും ഇതെല്ലാം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വളരെ നല്ല ഒരു അറിവുകൾ പങ്കുവച്ച ഡോക്ടർ പ്രീത എം ഉണ്ണിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കും. നന്ദി ശൈല. നമ്മുടെ പ്രാക്ടീസിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ക്ലാസ്സുകളാണ് പ്രീത ഉണ്ണി ഡോക്ടർ നമുക്ക് എടുത്തു തരുന്നത്. ഇന്ന് ചർമ്മരോഗങ്ങളും അവയ്ക്കുള്ള ഹോമിയോപ്പതി ചികിത്സയും പ്രതിരോധവും എന്ന വിഷയത്തിൽ വളരെ വിശദമായി 4 സ്കിൻ കണ്ടീഷൻസ് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഇത്രയും നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന പ്രീത എം ഉണ്ണി ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി എത്രയും വേഗം വീണ്ടും വരണമെന്ന് അപേക്ഷിക്കുകയും കൂടി ചെയ്യുന്നു. നന്ദി ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ഇന്ന് IFPHന്റെ ഫ്ലോറിലുള്ള എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ, താങ്ക് യു. ഓക്കെ, മറിയാമ്മ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ.